ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇത്തവണ കഥ പറയാൻ പതിവിലും താമസിച്ചതിൽ ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറയുന്നു. കഴിഞ്ഞ 2 മാസം കിട്ടിയ സ്കൂൾ അവധിയിൽ ഞാൻ നാട്ടിലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്കുള്ള യാത്രകൾ കാരണമാണ് കഥ എഴുതാനും പറയാനും വൈകിയത്. ഇപ്പോൾ ഞാൻ അവധി കഴിഞ്ഞ് വീണ്ടും നോർത്ത് ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കഥകൾ ഇനി അധികം വൈകില്ല. കുറച്ചേറെ ദിവസങ്ങളെടുത്താണ് ഈ കഥ ഞാൻ പൂർത്തിയാക്കിയത്. അതിനാൽ കഥ കേട്ടതിന് ശേഷം കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ഇനി കഥ കേട്ടോളൂ. മുത്തപ്പൻ കുന്നിൽ നിന്ന് കേട്ട ചെണ്ടമേളം മുറുകിയപ്പോൾ അനിക്കുട്ടൻ തൻ്റെ കൈവിരലുകൾ താളം പിടിച്ചുകൊണ്ട് ഇരുട്ടുമൂടിയ ആകാശത്തേക്ക് നോക്കി. ആനച്ചാലിന് കുറുകെയുള്ള ചെറിയ സിമന്റ് പാലത്തിനിറക്കത്തിലെ കലിങ്ങിന് മുകളിൽ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു അവൻ. ഇരുണ്ട് മൂടിക്കിടന്ന ആകാശത്ത് 1-2 നക്ഷത്രങ്ങൾ തെളിഞ്ഞു കണ്ടെങ്കിലും എവിടെ നിന്നോ പാഞ്ഞെത്തിയ കാർമേഘക്കൂട്ടം ആ നക്ഷത്രത്തരികളെ മറച്ചുകൊണ്ട് കാറ്റിനൊപ്പം സഞ്ചരിച്ചു. ചുണ്ടിൽ എരിഞ്ഞു തീരാറായ ബീഡിക്കുറ്റി തന്റെ ഇടത് കൈത്തലം പൊള്ളിച്ചപ്പോൾ അവനത് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. കള്ളിഷട്ടിന്റെ പോക്കറ്റിൽ കരുതിയ അവസാന ബീഡിയും തപ്പിയെടുത്ത് അതിന് തീ കൊളുത്തിയപ്പോഴാണ് അങ്ങ് ദൂരെ നിന്ന് ഒരു ടോർച്ച് വെട്ടം മിന്നിത്തെളിയുന്നത് അനിക്കുട്ടൻ കണ്ടത്. മുത്തപ്പൻ കുന്നിൽ നടക്കുന്ന തുള്ളൽ കണ്ട് മടങ്ങി വരുന്നവരാണ്. പരിചയക്കാർ ആരെങ്കിലും ആണെങ്കിൽ ചൊറിയുന്ന വർത്തമാനം പറയും. അതറിയാവുന്നത് കൊണ്ട് തന്നെ അനിക്കുട്ടൻ ഒന്ന് ചെരിഞ്ഞു കിടന്നു. ടോർച്ചും തെളിച്ച് വർത്തമാനവും പറഞ്ഞുകൊണ്ട് വന്നവർ അപ്പോഴേക്കും അടുത്തെത്തിയിരുന്നു. വരുന്നവരിൽ ഒരാളുടെ നിർത്താതെയുള്ള ചുമ കേട്ടപ്പോഴേ അനിക്കുട്ടന് ആളെ മനസ്സിലായി. കുറുപ്പഞ്ചിറയിലെ ശിവരാമക്കുറുപ്പാണ് ആ വരുന്നതെന്ന്. കലിങ്കിന് മുകളിൽ നിന്ന് എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ച് തിടുക്കത്തിൽ എണീറ്റപ്പോഴേക്കും അവന്റെ മുഖത്തേക്ക് ടോർച്ചിന്റെ വെള്ളി വെളിച്ചം പാളി വീണ് കഴിഞ്ഞിരുന്നു. ആഹാ, മുത്തപ്പൻകുന്നിൽ തുള്ളൽ നടക്കുമ്പോൾ നീ ഇവിടെ വന്നിരിക്കുകയാണോ? നിങ്ങളുടെ ബന്ധുക്കളെല്ലാം അവിടെയുണ്ടല്ലോ. നിന്റെ കുടുംബക്ഷേത്രമായിട്ടും നിന്നെയും നിന്റെ വീട്ടുകാരെയും അവരാരും ക്ഷണിച്ചില്ലയോ? അനിക്കുട്ടൻ സംസാരിക്കാൻ താല്പര്യം കാണിക്കാതെ ചുണ്ടിലെരിയുന്ന ബീഡിക്കുറ്റി ആഞ്ഞു വലിച്ചു. പതിവ് പോലെ അവൻ മൗനം പാലിച്ചപ്പോൾ ആ മനുഷ്യൻ ടോർച്ചും തെളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു നീങ്ങി. ചുമച്ച് കാർക്കിച്ച് തുപ്പിയതിനു ശേഷം ശിവരാമക്കുറുപ്പ് അവൻ കേൾക്കാൻ പാകത്തിൽ തന്റെ സംസാരം അല്പം ഉച്ചത്തിലാക്കി. വയസ്സ് 10-24 ആയിട്ടും ഒരു പണിക്കും പോകാതെ ബീഡിയും വലിച്ച് തെക്ക് വടക്ക് നടക്കുന്ന ഇവനെ കൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്താ ഗുണം? ഇത്തവണ മുത്തപ്പൻകുന്നിലെ ഉത്സവത്തിന് ഇവന്റെ വീട്ടുകാരെ ക്ഷണിക്കാത്തത് ആ പെണ്ണുകേസ് കാരണമാ. കലിങ്ങിന് മുകളിൽ നിന്ന് എണീറ്റിരുന്ന അനിക്കുട്ടനെ അയാളുടെ ആ സംസാരം വല്ലാതെ ദേഷ്യം കൊള്ളിച്ചു. ഓടിച്ചെന്ന് അയാളുടെ മുതുകിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കാൻ തോന്നിയെങ്കിലും ആ മനുഷ്യന്റെ പ്രായത്തിനെ ഓർത്ത് അവൻ തൽക്കാലം ക്ഷമിച്ചു. പോക്കറ്റിൽ കിടന്ന സ്മാർട്ട് ഫോണിൽ ഔട്ട് ഗോയിങ് നിലച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ പഴയ ഫോൺ ഇപ്പോൾ ഒരു ടോർച്ചായും വാച്ചായും പ്രവർത്തിക്കുന്നു. പാലത്തിനരികിൽ ഇനിയും സമയം ചെലവഴിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് അനിക്കുട്ടൻ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി അങ്കനവാടിക്ക് പിന്നിലുള്ള ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നു. ഒരാൾക്ക് നടക്കാൻ പാകത്തുള്ള നടവഴിയുടെ ഇരുവശത്തും വാരകപ്പുല്ലുകൾ കൂട്ടമായി വളർന്നു നിൽക്കുകയാണ്. ഇരുട്ടിൽ ചീവീടുകളുടെ മുഴക്കം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി അവരോഹണത്തിലേക്ക് വഴിമാറി. ആ വഴിയുടെ ഇരുവശത്തുമുള്ളത് പഴയമടങ്കാരുടെ പറമ്പാണ്. കൈത്തോടിന് കുറുകെയുള്ള തടിപ്പാലത്തിനടുത്തെത്തിയപ്പോൾ അനിക്കുട്ടൻ ഒന്ന് നിന്നു. തോടിനിക്കരയിൽ ചെമ്പരത്തി ചെടികൾ ചാഞ്ഞു നിൽക്കുന്ന മതിലുളപ്പിനുള്ളിൽ പവിത്രയുടെ വീടായ പഴയമഠം ഒരു കോട്ട പോലെ കാണപ്പെട്ടു. തൊട്ടു മുമ്പ് ശിവരാമക്കുറുപ്പ് പറഞ്ഞ പെണ്ണ് കേസിലെ നായികയാണ് പഴയമഠത്തിലെ അപ്സരസിനെ പോലെ സുന്ദരിയായ പവിത്ര. കോടനാട്ട് ഗ്രാമത്തിലെ ഒട്ടുമിക്ക ചെറുപ്പക്കാരുടെയും ഡ്രീം ഗേൾ ആണ് ഈ പവിത്ര. അവളൊന്ന് നോക്കി ചിരിച്ചാൽ പോലും അവർക്ക് സ്വർഗം കിട്ടിയതുപോലെയാണ്. പക്ഷേ പഴയമഠത്തിലെ ശേഖരൻ തമ്പാൻ, പവിത്രയുടെ അച്ഛനായ തമ്പാനെ എല്ലാവർക്കും ഭയമാണ്. ആഭിചാരക്രിയകളുടെ കുലപതിയായ ശേഖരൻ തമ്പാനെ ഭയന്ന് കോടനാട്ടിലെ യുവാക്കൾ തങ്ങളുടെ സ്വപ്ന സുന്ദരിയായ പവിത്രയെ കേവലം സ്വപ്നത്തിൽ കണ്ട് സമാധാനിക്കുന്നു. തമ്പാന് പ്രായം 50 കഴിഞ്ഞതേ ഉള്ളുവെങ്കിലും കുറെ നാളായിട്ട് ആള് കിടപ്പിലാണ്.
ഒരു കാലത്ത് തലയെടുപ്പോടെ നിന്ന പഴയ മഠം ഇപ്പോൾ ഒരു ഭാർഗവി നിലയം പോലെ കോടനാട്ടുകാരെ ഭയപ്പെടുത്തുന്നു. തമ്പാന്റെ അച്ഛൻ കോടനാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന കാലമായിരുന്നു പഴയ മഠത്തിന്റെ സുവർണകാലം. അദ്ദേഹത്തിന്റെ മരണശേഷം മഠത്തിന്റെ പേരിനും പ്രശസ്തിക്കും ഒരു മങ്ങലേറ്റെങ്കിലും പിന്നീട് പുലർക്കാല സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ പഴയ മഠം വീണ്ടും കീർത്തി കേട്ടു തുടങ്ങി. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി വലിയ വലിയ ബിസിനസ്സുകാരും രാഷ്ട്രീയ പ്രമുഖന്മാരും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി പഴയ മഠത്തിലേക്ക് ഒഴുകിയെത്തി. അതോടെ തമ്പാന്റെ ബാങ്ക് ബാലൻസ് കുത്തനെ ഉയർന്നു. മഠത്തിന്റെ മുറ്റത്ത് പുതിയ മോഡലുകളിലുള്ള കാറുകൾ നിരന്നു. കോടനാട്ടിനകത്തും പുറത്തും അയാൾ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടി. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും റോക്കറ്റ് പോലെ കുതിച്ച പഴയ മഠത്തിന്റെ പേരിനും പെരുമയ്ക്കും കോട്ടം തട്ടി. കുമിഞ്ഞുകൂടിയ സമ്പാദ്യം കുത്തനെ ഇടിഞ്ഞു. കൂണ് പോലെ മുളച്ചു പൊങ്ങിയ ബിസിനസ്സുകളെല്ലാം 8 നിലയിൽ പൊട്ടി. വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങളെല്ലാം അതുപോലെ തന്നെ തമ്പാന് വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ എന്തൊക്കെയോ രോഗങ്ങളുടെ പിടിയിലകപ്പെട്ട് ശേഖരൻ തമ്പാൻ അധിക സമയവും കിടക്കപ്പായിൽ തന്നെയാണ് കഴിച്ചുകൂട്ടുന്നത്. പഴയ മഠത്തിന്റെ ഇതാന്ന് പറഞ്ഞുള്ള ഉയർച്ചയും താഴ്ചയും അക്കാലത്ത് കോടനാട്ടുകാരുടെ ഇടയിലെ ഒരു സംസാര വിഷയമായിരുന്നു. പെട്ടെന്ന് കുറച്ചു നാളുകൾ കൊണ്ട് കോടീശ്വരനായ തമ്പാൻ അതുപോലെ തന്നെ ഒരു ദിവസം ഒന്നുമില്ലാത്തവനായി മാറി. അതിന് പിന്നിൽ അയാൾ ചെയ്തു കൂട്ടിയ ആഭിചാരക്രിയകളുടെ തിരിച്ചടിയാണെന്നായിരുന്നു കോടനാട്ടുകാരുടെ അഭിപ്രായം. പല്ലും നഖവും കൊഴിഞ്ഞൊരു സിംഹമായി തമ്പാനിപ്പോൾ മാറിയെങ്കിലും നാട്ടുകാർക്കിപ്പോഴും അയാളെ ഭയമാണ്. കഴിഞ്ഞ മാസം ഒരു തിങ്കളാഴ്ചയാണ് അപ്രതീക്ഷിതമായ ആ സംഭവം ഉണ്ടായത്. ആരെയും മൈൻഡ് ചെയ്യാത്ത പവിത്ര കുറച്ച് ദിവസങ്ങളായിട്ട് അനിക്കുട്ടനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു തോന്നല് അവനുണ്ടായി. അതേറെക്കുറെ ശരിയായിരുന്നു താനും. അവൾ 1-2 വട്ടം അവനെ നോക്കി ചിരിക്കുകയും സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്തു. അതോടെ അനിക്കുട്ടന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ കടിഞ്ഞാണില്ലാത്ത കുതിരകളെപ്പോലെ പാഞ്ഞു. അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം വൈകിട്ട് പവിത്ര അവനോട് പഴയ മഠത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആദ്യം താൻ കേട്ടത് അവനൊരു സ്വപ്നമായി തോന്നിയെങ്കിലും പിന്നീടത് യാഥാർത്ഥ്യമാണെന്നറിഞ്ഞപ്പോൾ അനിക്കുട്ടനിൽ ഒരു പരിഭ്രമമുണ്ടായി. എന്തായാലും രണ്ടും കൽപ്പിച്ച് അവൻ പഴയ മഠത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. സന്ധ്യ മയങ്ങിയ നേരത്താണ് അനി വീട്ടിൽ നിന്നിറങ്ങിയത്. നെൽക്കതിരിന്റെ കനത്താൽ ഞാന്നു കിടക്കുന്ന നെൽച്ചെടികൾ കാറ്റിലാടി ശബ്ദമുണ്ടാക്കിയപ്പോൾ വരമ്പിലൂടെ നടന്നു നീങ്ങിയ അനിക്കുട്ടന്റെ ചിന്ത പവിത്ര തന്നോട് പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഇരുട്ട് വീണ് കഴിയുമ്പോൾ മഠത്തിന്റെ പടിഞ്ഞാറ് ഗേറ്റിൽ വന്ന് നിൽക്കണം. പഴയ മഠത്തിന് പിന്നിലെ പാടുവരമ്പിലൂടെ ചെന്നാൽ പടിഞ്ഞാറ് ഗേറ്റ്. എന്തിനായിരിക്കും ഈ സമയത്ത് അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അതും മഠത്തിന്റെ പിന്നാമ്പുറത്തെ വഴിയിൽ വെച്ച്. പലതും ചിന്തിച്ച് പവിത്ര പറഞ്ഞ ഗേറ്റിനരികിൽ എത്തിയത് അനി അറിഞ്ഞതേയില്ല. സന്ധ്യ മയങ്ങി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ദൂരക്കാഴ്ചകൾ അവ്യക്തമായിരുന്നെങ്കിലും മഠത്തിന് പിന്നിലെ ട്യൂബ് ലൈറ്റിന്റെ വെട്ടത്താൽ ഗേറ്റിന്റെ അടുത്തുള്ള കാഴ്ചകൾ ഒരുവിധം കാണാമായിരുന്നു. പടിഞ്ഞാറെ വൻമതിലിനോട് ചേർന്ന് കണ്ട വഴിയെ ഒരു 10-15 ചുവട് മുന്നോട്ട് വെച്ചാൽ പണ്ടുകാലത്തെങ്ങോ പണി കഴിപ്പിച്ച 4 ചുറ്റും പടികളുള്ള വലിയൊരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് ഇറങ്ങുന്ന പടവുകൾ തുടങ്ങുന്ന ഭാഗത്ത് കാത്തു നിൽക്കാനാണ് പവിത്ര തന്നോട് പറഞ്ഞതെന്നോർത്ത് അക്ഷമയോടെ അനി അവിടെ നിൽപ്പുറപ്പിച്ചു. എങ്ങും ഒരനക്കവുമില്ല. മഠത്തിന് പിന്നിൽ കൂട്ടമായി വളർന്നു നിൽക്കുന്ന മഹാഗണി മരങ്ങൾക്കിടയിൽ നിന്ന് ചെവി തുളക്കുന്ന ശബ്ദത്തിൽ ചീവീടുകളുടെ മൂളക്കമങ്ങനെ ഉയർന്നും താഴ്ന്നും കേട്ടുകൊണ്ടിരുന്നു. ദിവസങ്ങളായി പട്ടിണി കിടന്ന കൊതുകുകൾക്ക് വലിയൊരു സദ്യ കിട്ടിയതുപോലെ അവറ്റകൾ അനിയുടെ രോമാവൃതമായ കാലുകളിൽ ഈച്ചകളെ പോലെ പൊതിഞ്ഞു. മുണ്ടിന്റെ മടക്കിക്കുത്ത് അഴിച്ചിട്ട് കൊതുകിൻ കൂട്ടങ്ങളെ തെല്ലും നേരത്തേക്ക് നിരാശയാക്കിയെങ്കിലും അവ മുണ്ടിന് പുറത്തുകൂടി അവന്റെ ചോര നുണഞ്ഞുകൊണ്ടിരുന്നു. കൊതുകിന്റെ കടിയേറ്റ് മുഷിഞ്ഞ് അവിടെ നിന്ന് പോകാനൊരുങ്ങവെയാണ് താഴെ കുളപ്പടവുകൾക്കരികിൽ നിന്ന് പാദസുരം കിളിങ്ങുന്ന ശബ്ദം അനി കേട്ടത്. തണുപ്പ് തങ്ങി നിന്ന അന്തരീക്ഷത്തിൽ കർപ്പൂര ഗന്ധം നിറഞ്ഞു. പാദസുരക്കിലുക്കം അടുത്തടുത്ത് വരികയാണ്. അതിനോടൊപ്പം തന്നെ കർപ്പൂരത്തിന്റെ വെളുത്ത പുകയും വശ്യമായ ഗന്ധവും അവിടെ ആകെ പരന്നു. അനിക്കുട്ടൻ ചെവി വട്ടം പിടിച്ചു. അവന്റെ നോട്ടം പടവുകളിലേക്ക് നീണ്ടു. കോൽവിളക്കൻ കയ്യിലേന്തി ആരോ ഒരാൾ പടവുകൾ കയറി മുകളിലേക്ക് വരികയാണ്. ഹൃദയമിടിപ്പ് അടക്കി പിടിച്ചുകൊണ്ട് അനിക്കുട്ടൻ പടവുകൾ കയറി
ആരാണ് അടുത്തേക്ക് വരുന്നതെന്നറിയാൻ പരിഭ്രമത്തോടെ നിന്നു. മെല്ലെ മെല്ലെ കോൽവിളക്കേന്തി വന്ന ആ ആളിന് വ്യക്തതയേറി വന്നു. ഞൊറിയിട്ടുടുത്ത് നെഞ്ചിൽ ചേർത്ത് ചുറ്റിയെടുത്ത ഈറനായ കസവ് പുടവയിൽ കുളപ്പടവുകൾ കയറി വരുന്നയാൾ പവിത്രയാണെന്നറിഞ്ഞതോടെ അനിക്കുട്ടന്റെ ഹൃദയം ദ്രുതഗതിയിൽ ഇടിച്ചു തുടങ്ങി. വെള്ളത്തുള്ളികൾ മുത്തുമണികൾ പോലെ പറ്റിപ്പിടിച്ചിരുന്ന അവളുടെ ചന്ദനത്തിൽ കടഞ്ഞ ശില്പം പോലെയുള്ള ഉടലഴക് കണ്ട് അവന്റെ വായ അവൻ അറിയാതെ തന്നെ തുറന്നുപോയി. നനഞ്ഞൊട്ടിയ കസവ് പുടവയിൽ അവളുടെ തുടുത്ത വെളുത്ത ശരീരത്തിലെ ഉയർച്ച താഴ്ചകൾ വെടിപ്പിനെടുത്ത് കാണാമായിരുന്നു. പവിത്രയുടെ കയ്യിലേന്തിയ കോൽവിളക്കിന്റെ വെട്ടത്തിൽ സ്വർണപ്രഭയിൽ കുളിച്ചു നിന്ന അവളുടെ മുഖത്തേക്ക് അനി ഒന്ന് പാളി നോക്കി. നേരിയ ചുവപ്പ് പടർന്ന പവിത്രയുടെ കണ്ണുകൾ തന്റെ മുഖത്തേക്കാണെന്നറിഞ്ഞപ്പോൾ അവൻ അറിയാതെ തല കുനിച്ചു നിന്നുപോയി. തന്നോട് എന്തിനായിരിക്കും വരാൻ പറഞ്ഞതെന്നറിയാനായി തല ഉയർത്തി രണ്ടാമതൊന്ന് അവളെ നോക്കിയപ്പോഴേക്കും പവിത്ര അവനെയും കടന്ന് പോയിക്കഴിഞ്ഞിരുന്നു. പിന്നാലെ ഓടിച്ചെന്ന് പവിത്രയെന്ന് വിളിച്ചപ്പോഴേക്കും അവൾ തിരിഞ്ഞ് കൂർപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ വെട്ടിത്തിരിഞ്ഞ് നടന്നതെന്നു. നാളെ ഈ സമയത്ത് ഇവിടെ വരണം. എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ നിന്നു പോയെങ്കിലും അനിയുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. മഠത്തിന്റെ പിന്നാമ്പുറത്തെ കോലായിൽ നിന്നുള്ള ട്യൂബ്ലൈറ്റിന്റെ വെളിച്ചം ഒരു തരിമ്പ് മാത്രമാണ് അവിടേക്ക് കാണാൻ കഴിയുന്നത്. പവിത്രയുടെ കയ്യിലെ കോൽവിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ അവളെ നന്നായി തന്നെ കാണാനാവുന്നുണ്ട്. ചുമലാകെ മറച്ചുകൊണ്ട് നിതംബവും കഴിഞ്ഞ് നനഞ്ഞൊട്ടിക്കിടക്കുന്ന നീളൻ മുടിയിഴകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. നോക്കി നിൽക്കെ പവിത്ര പഴയ മഠത്തിന്റെ പിന്നാമ്പുറത്തുള്ള ഒരു അറപ്പുരയിലേക്ക് കയറിപ്പോയി. വലിയ ശബ്ദത്തോടെ ആ അറയുടെ തടിയൻ വാതിലുകൾ അവന് മുന്നിൽ അടഞ്ഞതും അവൾ ഈറൻ മാറി ഇറങ്ങി വരുമെന്ന് വിചാരിച്ച് അനി അവിടെ നിന്നെങ്കിലും ആ അറയുടെ വാതില് പിന്നീട് തുറന്നതുമില്ല, അവൾ ഒട്ട് വന്നതുമില്ല. എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് അനി അവിടേക്ക് വന്നത്. പക്ഷേ പവിത്രയിൽ നിന്ന് ഇത്രയും വിചിത്രമായൊരു പെരുമാറ്റം അവൻ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. ഇരുട്ടിന്റെ കനം വെച്ചതോടെ അനിക്കുട്ടൻ നിരാശയോടെ മഠത്തിന്റെ വലിയ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. സന്ധ്യ മയങ്ങിയ നേരത്ത് പവിത്ര തന്നെ കാണണമെന്ന് പറഞ്ഞ് ഇവിടേക്ക് വിളിച്ചത് എന്തിനായിരിക്കുമെന്ന ചിന്തയിലാണ് അനി പഴയ മഠത്തിലേക്ക് തിരിച്ചത്. അതിനാൽ തന്നെ കോടനാട്ടുകാർ ഭാർഗവീ നിലയമെന്ന് വിശേഷിപ്പിക്കുന്ന നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന പഴയ മഠത്തിലേക്ക് മറ്റൊന്നും ഓർക്കാതെയാണ് അനി പുറപ്പെട്ടത്. മഠത്തിന്റെ പടിഞ്ഞാറ് ഗേറ്റ് കടന്ന് ഇടുങ്ങിയ നടവഴിയിലൂടെ നടക്കവേ അവിടെ ഇവിടെ പൂത്തു നിൽക്കുന്ന ചെമ്പകമരങ്ങളിൽ നിന്ന് കാട്ടുപുള്ളികളുടെ നീട്ടിയുള്ള കൂക്കിവിളികൾ ഉയർന്നു കേട്ടപ്പോൾ അവന്റെ നടപ്പിന്റെ വേഗത കൂടി. ആരോ പിന്നാലെ വരുന്നത് പോലെ ചുള്ളിക്കമ്പുകളും ഉണക്ക ഇലകളും ഞെരിയുന്ന ആ ശബ്ദവും കേട്ടതോടെ അനി അറിയാതെ തിരിഞ്ഞു നോക്കി. പിന്നിലെ കട്ട പിടിച്ച ഇരുട്ടിൽ നിന്ന് ആരോ അടുത്തേക്ക് വരുന്ന കാലടി ശബ്ദവും അവൻ കേട്ടെങ്കിലും ആൾ ആരാണെന്ന് കാണാനാവുന്നില്ലായിരുന്നു. ആരാ അത് എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അനി ചോദിച്ചെങ്കിലും മറുപടി ഒന്നും ഉണ്ടായതുമില്ല. പിന്നെ ഇറക്കമിറങ്ങി പാടവരമ്പിലൂടെ മൊബൈൽ ഫ്ലാഷിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരോട്ടമായിരുന്നു. പഴയ മഠത്തിന്റെ പരിസരത്ത് തന്റെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യാതെ വന്നപ്പോൾ ആ സെക്കൻഡ് ഹാൻഡ് ഫോൺ പണിമുടക്കിയെന്നാണ് അനി വിചാരിച്ചത്. പക്ഷേ ഇറക്കമിറങ്ങിയതും മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് പ്രകാശിച്ചു തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം അവിടേക്ക് പോകേണ്ടെന്നാണ് വിചാരിച്ചതെങ്കിലും നേരെ മിരട്ടി തുടങ്ങിയതോടെ പവിത്രയുടെ ഈറൻ ചേല ചുറ്റിയ ശരീരവടിവുകൾ മനസ്സിലേക്ക് വന്നതും അനിക്കുട്ടൻ മഠത്തിലേക്ക് പോകാനായി തയ്യാറായി ഇറങ്ങി. ഉമ്മറത്തിണ്ണയിൽ നിലവിളക്ക് കത്തിച്ച് സന്ധ്യാനാമം ചൊല്ലിക്കൊണ്ടിരുന്ന അവന്റെ പെങ്ങൾ ആവണി ശബ്ദമുയർത്തി അകത്തേക്ക് നോക്കി അമ്മയെ വിളിച്ചതും അനിക്കുട്ടൻ തിടുക്കത്തിൽ വേലി കടന്ന് നടവഴിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ സന്ധ്യാസമയത്ത് എങ്ങോട്ടാ നിന്റെ സർക്കിട്ടെന്ന് അമ്മ വിളിച്ചു ചോദിച്ചത് കേട്ടെങ്കിലും അനി മറുത്തൊന്നും പറയാതെ ഒരു മൂളിപ്പാട്ടും പാടി മുന്നോട്ട് നടന്നു. പഴയമഠത്തിന്റെ പടിഞ്ഞാറ് ഗേറ്റിൽ അന്നും കാത്തുനിന്നെങ്കിലും കഴിഞ്ഞ ദിവസം നടന്നതുപോലെ തന്നെയാണ് അന്നും ആവർത്തിച്ചത്. പവിത്ര കുളത്തിൽ നീരാടി ഈറനോടെ കോൽവിളക്കുമായി പടികൾ കയറി മുകളിലേക്ക് കയറി വന്നു. അവനെ ഒരു നോക്ക് നോക്കി അവൾ അവന്റെ മുന്നിലൂടെ നടന്ന് അറയിലേക്ക് കയറിപ്പോയി. അറയുടെ വാതിൽ അടയ്ക്കുന്നതിന് മുന്നേ കോൽവിളക്ക്
മുഖത്തിനടുത്തേക്ക് അടുപ്പിച്ച് തല അല്പം പുറത്തേക്ക് നീട്ടി പതിഞ്ഞ ശബ്ദത്തിൽ ഒരു ചെറു ചിരിയോടെ അവൾ പറഞ്ഞു, നാളെ ഈ സമയത്ത് വീണ്ടും ഒരു തവണ കൂടി വരണേ. കൊതിപ്പിക്കുന്നൊരു നോട്ടം നോക്കി ചുവന്നു തൊടുത്ത അതരങ്ങൾ നാവാൽ നനച്ച് ഒന്ന് ചിരിച്ച് അവൾ അറയുടെ വാതിലുകൾ വലിച്ചടച്ചു. എല്ലാം മറന്നതുപോലെ അവളുടെ വശ്യമായ പുഞ്ചിരി കണ്ട് അല്പനേരം മയങ്ങി അങ്ങനെ നിന്നു പോയെങ്കിലും തടിയൻ വാതിലിന്റെ ശബ്ദം കേട്ട് അനി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ നടുക്കത്തോടെ ചുറ്റും നോക്കി. തന്റെ പിൻകഴുത്തിൽ ആരുടെയോ ചുടുനിശ്വാസം പതിഞ്ഞതായി തോന്നിയ അനി നിന്ന നിൽപ്പിൽ വിറച്ചുപോയി. കാല് വലിച്ചു വെച്ച് മുന്നോട്ട് നടക്കവേ കയ്യിലിരുന്ന മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് മുമ്പത്തേതുപോലെ തന്നെ നിശ്ചലമായി. നായ അണക്കുന്നത് മാതിരി ഒരു കിതപ്പ് ശബ്ദം കേൾക്കാൻ തുടങ്ങിയതും അനിക്കുട്ടൻ മഠത്തിലെ പറമ്പിൽ നിന്ന് ജീവനും കൊണ്ട് പാഞ്ഞു. ഇനി അങ്ങോട്ടേക്കില്ലെന്ന് തീരുമാനിച്ചാണ് അന്ന് രാത്രി അവൻ കിടന്നുറങ്ങിയത്. പക്ഷേ പിറ്റേ ദിവസം വരുമാനമാർഗമായ ആകപ്പാടെയുള്ള 3 ഏക്കർ തെങ്ങിൻതോപ്പിൽ നിന്ന് വെട്ടിക്കൂട്ടിയ തേങ്ങകൾ വീടിനോട് ചേർന്നുള്ള വടക്കേ ചായ്പിൽ പെറുക്കിക്കൂട്ടി ഒരു കുളിയും കഴിഞ്ഞ് ഉമ്മറത്തേക്ക് കയറി വന്നപ്പോഴാണ് അനിക്കുട്ടന്റെ മനസ്സിലേക്ക് പവിത്രയുടെ മുഖം അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്. പിന്നെ മഠത്തിലേക്കെത്താൻ ഒരു വെമ്പലായിരുന്നു. മനസ്സിലിരുന്ന് അവൾ മന്ത്രിക്കുന്നത് പോലെ പവിത്രയുടെ നാവിൽ നിന്ന് കേട്ട ആ വാക്കുകൾ അവൻ വീണ്ടും വീണ്ടും കേട്ടു. നാളെ ഈ സമയത്ത് വീണ്ടും വരണം. വിളക്ക് കത്തിച്ച് സന്ധ്യാനാമം ചൊല്ലിക്കൊണ്ടിരുന്ന ആവണിയുടെ മുന്നിലൂടെ പാഞ്ഞിറങ്ങിയപ്പോൾ അനിക്കുട്ടൻ ഉടുത്തിരുന്ന സ്വർണ്ണക്കസവുള്ള മുണ്ടിന്റെ തലപ്പുകൊണ്ട് നിലവിളക്കിന്റെ തിരി അണഞ്ഞു പോയതും ആവണി വലിയ വായിൽ ഒച്ചവെച്ചു. അതൊന്നും വകവയ്ക്കാതെ വാച്ചിലേക്ക് നോക്കി തിടുക്കത്തിൽ അവൻ പാഞ്ഞു. ആ തിങ്കളാഴ്ച ദിവസം കൃത്യസമയത്ത് തന്നെ പഴയമഠത്തിന്റെ പിന്നാമ്പുറത്തെ ഗേറ്റിനരികിൽ അനി പവിത്രയെ കാത്തുനിന്നു. ഇന്ന് എന്തായാലും കഴിഞ്ഞ 2 ദിവസം സംഭവിച്ചതുപോലെ ഒന്നും മിണ്ടാതെ ഇറങ്ങി അങ്ങനെ പോവുകയില്ല. പവിത്രയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു തന്നെയാണ് അവൻ അക്ഷമയോടെ കുളപ്പടവുകളിലേക്ക് നോക്കി അങ്ങനെ നിന്നത്. കൃത്യം 7:30 കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ കർപ്പൂര ഗന്ധവും വെളുത്ത പുകയും നിറഞ്ഞു. പടവുകളിൽ നിന്ന് പാദസരക്കിലുക്കം കേട്ടു തുടങ്ങി. കുളത്തിൽ മുങ്ങി നിവർന്ന് ഈറനോടെ പവിത്ര അനിയുടെ മുന്നിലേക്ക് നടന്നെടുത്തു. കോൽവിളക്കിന്റെ വെട്ടത്തിൽ അവളുടെ ശരീര വടിവുകളിലേക്ക് അവന്റെ കണ്ണുകൾ പാഞ്ഞെത്തിയപ്പോഴേക്കും വശ്യമായ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പവിത്ര മുന്നോട്ട് നടന്നു നീങ്ങി അറയിൽ കയറി. എന്നത്തെയും പോലെ തന്നെ ഒരു മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ ഒന്നും മിണ്ടാനാവാതെ മറച്ചങ്ങനെ അനി നിന്നപ്പോൾ അടയാൻ പോകുന്ന അറയുടെ വാതിൽപ്പാളികൾക്കിടയിലൂടെ കഴുത്ത് നീട്ടി പവിത്ര ഒരു ചിരിയോടെ പറഞ്ഞു, അനിക്കുട്ടൻ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല. പറഞ്ഞു തീർന്നതും വാതിലടഞ്ഞതും ഒരുപോലെ ആയിരുന്നു. അവൾ പറഞ്ഞത് കേട്ട് അവൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. പിന്നെ സ്ഥലകാലബോധം വന്നതുപോലെ ചുറ്റും നോക്കി. എങ്ങും ഇരുട്ട് പരന്നിരിക്കുന്നു. പഴയ മഠത്തിന്റെ പിന്നാമ്പുറത്തുള്ള ട്യൂബ് ലൈറ്റിന്റെ ഒരു തരിമ്പ് വെട്ടം മാത്രമേ കാണാനുള്ളൂ. ഇന്നെങ്കിലും അവൾ ഇവിടേക്ക് തന്നെ വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം അറിയണമെന്ന് വിചാരിച്ചാണ് അനിക്കുട്ടൻ വന്നത്. പക്ഷേ പതിവിന് വിപരീതമായി അവൾ പറഞ്ഞത് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ലെന്നാണ്. 2-1 അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അടഞ്ഞു കിടന്ന അറപ്പുരയ്ക്ക് നേർക്ക് കുറച്ചുനേരം നിരാശയോടെ നോക്കി നിന്നെങ്കിലും അവൻ എന്തോ ആലോചിച്ചതുപോലെ പഴയ മഠത്തിന്റെ പടിക്കെട്ടിന് നേർക്ക് നടന്നു. അടഞ്ഞു കിടന്ന പടിപ്പുരയ്ക്ക് മുന്നിൽ ഒരു നിമിഷം ശങ്കിച്ചങ്ങനെ നിന്നെങ്കിലും അനിക്കുട്ടൻ ഒരിത്തിരി സാഹസം പഴയ മഠത്തിന്റെ കൂറ്റൻ ചുറ്റുമതിൽ ചാടിക്കടന്ന് അവൻ വളപ്പിനുള്ളിൽ കടന്നുകൂടി. അവിടിവിടെ മേലൊക്കെ ഉറിഞ്ഞു പൊട്ടിയെങ്കിലും അതൊന്നും അത്ര കാര്യമാക്കാതെ അനി ഉമ്മറക്കോലായിലേക്ക് നടന്നു കയറി. 1-2 ബൾബുകളുടെ വെട്ടമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്ത്. കോലായിലൂടെ ചുറ്റി നടന്നപ്പോൾ പവിത്രയുടെ മുറി കണ്ടെത്തി അവളോട് തന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചറിയണമെന്നുള്ള ഒറ്റ ചിന്തയെ അനിക്കുട്ടന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കോടനാട്ടുകാരുടെ പേടി സ്വപ്നമായ ഭാർഗവി നിലയത്തിന്റെ കോലായിലാണ് ഈ ഇരുട്ടത്ത് താൻ നിൽക്കുന്നതെന്നറിഞ്ഞപ്പോൾ അനിക്കുട്ടന്റെ നെഞ്ചിനുള്ളിൽ ഒരാന്തലുണ്ടായി. വെച്ചാരാധനയും പേരറിയാത്ത ഒരുപാട് ദുർമൂർത്തികളുടെ സേവയുള്ളവനുമായ ശേഖരൻ തമ്പാന്റെ കോട്ടയിലേക്കാണ് താൻ ഈ ഇരുട്ടിൽ ചാടിക്കടന്നെത്തിയിരിക്കുന്നതെന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. പതിവ് പോലെ മൊബൈൽ ഫോൺ നിശ്ചലമായി.
അതിന്റെ ഫ്ലാഷ് ലൈറ്റ് പോലും തെളിയുന്നില്ല. തമ്പാന്റെ കോട്ടയിൽ ഒരു ഫോൺ പോലും പ്രവർത്തിക്കുന്നില്ല എന്ന ചിന്ത അവനെ ആശ്ചര്യപ്പെടുത്തുകയും അതിലുപരി അലട്ടുകയും ചെയ്തു. കോലായോട് ചേർന്നുള്ള മുറികളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. മഠത്തിന് ചുറ്റുമുള്ള വരാന്തയിലെ നീണ്ടുരുണ്ട തൂണുകൾക്കിടയിൽ ഇടയ്ക്കിടെ 2-3 തൂക്കുവിളക്കുകൾ കണ്ടെങ്കിലും ട്യൂബ് ലൈറ്റുകളോ ബൾബുകളോ തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അരണ്ട വെളിച്ചത്തിൽ മഠത്തിന് ചുറ്റും നടന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒടുവിലവൻ ചുറ്റിത്തിരിഞ്ഞ് പിന്നാമ്പുറത്തുള്ള ആ അറയുടെ അരികിലെത്തി. മുമ്പ് പവിത്ര കയറിപ്പോയ അതേ അറ. ആ അറപ്പുരവാതിൽ ഒന്ന് തള്ളി നോക്കിയെങ്കിലും അത് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. വീണ്ടും അല്പം മുന്നോട്ട് നടന്ന് കണ്ണിൽ കണ്ട മറ്റൊരു ജനല് വെറുതെ ഒന്ന് പിടിച്ചു വലിച്ചപ്പോൾ അപ്രതീക്ഷിതമായി അത് തുറന്നു വന്നു. ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചതിനു ശേഷം എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അഴികളില്ലാത്ത ആ വലിയ ജനലിലൂടെ അനിക്കുട്ടൻ മഠത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഒരു നീളൻ വരാന്തയിലേക്കാണ് അവൻ ചെന്നിറങ്ങിയത്. പുറത്ത് കണ്ടതുപോലെ തന്നെ ആ വരാന്തയോട് ചേർന്നും ഉരുണ്ട തൂണുകൾ നിരനിരയായി നിൽക്കുന്നത് കാണാമായിരുന്നു. ആ വരാന്തയ്ക്കപ്പുറം നന്ദ്യാർവട്ടവും തെച്ചിച്ചെടികളും നിറഞ്ഞു നിന്ന വലിയൊരു നടുമുറ്റമായിരുന്നു. വള്ളിച്ചെടികൾക്ക് നടുവിലായി അവിടെയും എന്തോ പ്രതിഷ്ഠയും അതിനു മുന്നിൽ ഒരു നിലവിളക്കും തെളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അനിക്കുട്ടൻ പമ്മി പതുങ്ങി ആ വരാന്തയിലൂടെ നാലുപാടും നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. മുന്നോട്ട് നടക്കുന്തോറും കുന്തിരിക്കമോ കർപ്പൂരമോ അങ്ങനെയുള്ള എന്തൊക്കെയോ ഇട്ട് പുകയ്ക്കുന്നത് പോലെയുള്ള പുകയും ഗന്ധവും അവിടെ ആകെ നിറയാൻ തുടങ്ങി. നടുമുറ്റത്തിനോട് ചേർന്നുള്ള വരാന്തയിൽ നിന്ന് ഒരിടനാഴി കണ്ടതോടെ അനിക്കുട്ടൻ അവിടേക്ക് തിരിഞ്ഞു നടന്നു. ആ ഭാഗത്ത് കണ്ട ചെറിയൊരു ജനലഴികളിലൂടെയാണ് വെളുത്ത പുക ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. പതിഞ്ഞ ശബ്ദത്തിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് പോലെയുള്ള ശബ്ദവും കേട്ടതോടെ അവൻ ചെവി കൂർപ്പിച്ചു. നന്നേ പതിഞ്ഞ ശബ്ദത്തിൽ കേട്ടതൊക്കെയും മന്ത്രജപങ്ങളായിരുന്നു. ചുമരോട് ചേർന്ന് നിന്ന് അനിക്കുട്ടൻ അത് ശ്രദ്ധിച്ചപ്പോൾ അതൊരു സ്ത്രീയുടെ ശബ്ദമാണെന്ന് അവന് മനസ്സിലായി. പുക ഉയർന്നു വന്ന ആ ചെറിയ ജനലിലേക്ക് ആയാസപ്പെട്ട് അവൻ എത്തി വലിഞ്ഞു നോക്കി. അതൊരു ചെറിയ അറയായിരുന്നു. ആ അറക്കകത്തെ കാഴ്ച കണ്ട് അവൻ അന്തിച്ചു പോയി. തറയിൽ നിന്ന് അല്പം ഉയർന്ന ഭാഗത്തായി കണ്ട വലിയൊരു പീഠത്തിനുമേൽ പവിത്ര ചമ്രം മടിഞ്ഞിരിക്കുന്നു. പീഠത്തിന് 4 ദിക്കിലുമായി 4 മൺചിരാതുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ചിരാതുകളുടെ മങ്ങിയ വെളിച്ചം മാത്രമാണ് അറയിലുണ്ടായിരുന്നത്. പീഠത്തിന് ചുറ്റും ചുവന്ന പുഷ്പങ്ങളും കുങ്കുമവും വാരി വിതറിയിരിക്കുകയാണ്. കണ്ണടച്ച് പത്മാസന മുദ്രയിലിരുന്ന് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരുന്ന പവിത്ര തീർത്തും നഗ്നയായിരുന്നു. അഴിഞ്ഞുകിടന്ന നീലൻ മുടിയാൽ അവളുടെ ഉയർന്ന മാറിടം മറഞ്ഞാണ് കിടന്നിരുന്നത്. ചമ്രം പടിഞ്ഞിരുന്ന പവിത്രയുടെ മടിത്തട്ടിൽ നിറയെ ചെമ്പരത്തിപ്പൂവിന്റെ ദളങ്ങളായിരുന്നു. ചുറ്റോടു ചുറ്റും കത്തിച്ചു വച്ചിരുന്ന മൺചിരാതുകളുടെ അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ അനിക്കുട്ടൻ അവളുടെ ഒതുങ്ങിയ അരക്കെട്ടും അഴകാർന്ന ആലില വയറിലെ മൃദുരോമ രേഖകളും ഭംഗിയേറിയ പുക്കിൾ ചുഴിയും ഒരൊറ്റ നിമിഷം കൊണ്ട് നോക്കിക്കണ്ടു. തന്റെ കൺമുന്നിൽ കണ്ട കാഴ്ച അത് സത്യമാണോ അതോ മിഥ്യയാണോ എന്നോർത്ത് അങ്കലാപ്പോടെ സ്തംഭിച്ചങ്ങനെ നിന്നപ്പോഴാണ് പത്മാസന മുദ്രയിൽ കണ്ണടച്ചിരുന്ന പവിത്രയുടെ കണ്ണുകൾ ദ്രുതഗതിയിൽ തുറന്നതും അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടം അവന്റെ നേർക്ക് പാളി വീണതും ഒരുമിച്ചായിരുന്നു. അത്രയും നേരം ശാന്തമായിരുന്ന പവിത്ര ഒരലർച്ചയോടെ തന്റെ അരികിലിരുന്ന ചെമ്പട്ട് വാരി വലിച്ചു ചുറ്റിക്കൊണ്ട് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റതേ അനി പിന്നീട് കണ്ടുള്ളൂ. കുറ്റബോധത്താൽ അവന്റെ തല കുനിഞ്ഞുപോയി. ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നെങ്കിലും അറയുടെ കതക് വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടതും അനി അവിടെ നിന്ന് പ്രാണനും കൊണ്ട് പാഞ്ഞു കഴിഞ്ഞിരുന്നു. വന്ന വഴിയെ അവൻ ഓടി നീങ്ങാൻ പറ്റിയില്ല. പകരം കണ്ണിൽ കണ്ട വഴിയിലൂടെ പാഞ്ഞു. ഏതൊക്കെയോ മുറികളിലൂടെ കയറിയിറങ്ങി ഒടുവിൽ കുഴമ്പുമണം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുറിയിൽ അനി ചെന്നുപെട്ടു. വലിയൊരു മുറി. അതിന്റെ ഒത്ത നടുവിൽ കൊത്തുപണികൾ ചെയ്ത ഒരു സപ്രമഞ്ചക്കട്ടിൽ. അതിലൊരാൾ നീണ്ടു നിവർന്നു കിടക്കുന്നു. അയാളുടെ കയ്യെത്തുന്ന ദൂരത്തിൽ പൊക്കം കുറഞ്ഞ മേശമേലും കട്ടിലിലുമായി നിരവധി താളിയോലക്കെട്ടുകൾ നിരന്നു കിടക്കുന്നു. എണ്ണത്തോണിയിൽ നിന്ന് എടുത്തു കിടത്തിയതുപോലെ ആ മനുഷ്യന്റെ ദേഹമാസകലം കുഴമ്പിൽ പുരണ്ടിരുന്നു. ഓടിക്കിതച്ചകത്തേക്ക് കയറി വന്ന അനിക്കുട്ടന്റെ അണക്കലും കിതപ്പും കേട്ടപാടെ കട്ടിലിൽ നിശ്ചലനായി കിടന്നയാൾ തല ചിരിച്ച് അവനെ ഒന്ന് നോക്കി. ചാരത്തിളക്കമുള്ള അയാളുടെ മൂർച്ചയേറിയ നോട്ടം കണ്ടപാടെ അനിക്ക് ആളെ മനസ്സിലായി. പഴയ മഠത്തിലെ മാന്ത്രികനായ പവിത്രയുടെ അച്ഛൻ ശേഖരൻ തമ്പാൻ. ഭയം നനങ്ങാനാവാതെ നിന്നപ്പോഴും തന്റെ പിന്നാലെ
ആരൊക്കെയോ ബഹളം വെച്ചുകൊണ്ട് ഓടി വരുന്നതായി അനി അറിഞ്ഞു. ആരാ അത് എന്നുള്ള ശേഖരൻ തമ്പാന്റെ ചോദ്യം കേട്ടില്ലാന്ന് നടിച്ച് അനിക്കുട്ടൻ ആ മുറിയിൽ നിന്ന് ഓടിപ്പാഞ്ഞ് പുറത്തേക്കിറങ്ങി. അവിടെ ഇവിടെ തട്ടി വീണെങ്കിലും ഒടുവിൽ മഠത്തിന് ചുറ്റോടു ചുറ്റുമുള്ള വീതിയേറിയ വരാന്തയിൽ അവൻ എത്തിപ്പെട്ടു. കാറ്റിരമ്പി വരുന്നതുപോലെ ആരൊക്കെയോ പിന്നാലെയുണ്ട്. പക്ഷേ ആരെയും കാണാനാവുന്നില്ലായിരുന്നു. തിരിഞ്ഞു നോക്കി പടിപ്പുര കടന്ന് അവൻ പുറത്തെത്തിയപ്പോൾ അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുമായി പവിത്ര അവിടെ നിൽപ്പുണ്ടായിരുന്നു. തമ്പാന്റെ സഹായികളായ 3-4 പേർ അവളോടൊപ്പം നിൽക്കുന്നത് കണ്ടതോടെ അനിയുടെ കാലുകൾ വിറകൊണ്ടു. ഈ നായുടെ കയ്യും കാലും തല്ലി ഒടിച്ചേക്ക്. പവിത്ര അവരുടെ നേർക്ക് ചീറിയതും കയ്യിൽ തടിയൻ വടികളുമേന്തി നിന്ന അവർ അവനരികിലേക്ക് പാഞ്ഞെടുത്തു. പാതിരാത്രിയിൽ മഠത്തിലെ പെണ്ണിന്റെ ഉറക്കറയിൽ ഒളിഞ്ഞു നോക്കാൻ വന്നിരിക്കുന്നോ കഴിവേറുടെ മോനെ എന്ന് ഒരാൾ അലറി. പാടവരമ്പ് ഓടിക്കടന്നതോടെ പിന്നാലെ ആള് കൂടി. പിന്നെ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ആളുകൾ അവനെ പിന്തുടർന്നത്. അന്ന് കഷ്ടിച്ചാണ് ആരുടെയും കയ്യിൽ കുടുങ്ങാതെ അനിക്കുട്ടൻ രക്ഷപ്പെട്ടത്. എന്തായാലും നേരം വെളുത്തതോടെ സംഭവം നാട്ടിൽ പാട്ടായി. പത്മാലയത്തിലെ ചെക്കൻ പാതിരാത്രിയിൽ പഴയ മഠത്തിൽ കയറി. മോഷ്ടിക്കാനാണോ അതോ അവിടുത്തെ പെണ്ണിനെ കാണാനാണോ എന്നവർക്ക് തിട്ടമില്ലായിരുന്നു. അതുകൊണ്ട് കോടനാട്ടുകാർ അവർക്ക് തോന്നിയ രീതിയിൽ പല പല കഥകൾ മെനഞ്ഞു. ചിലർ പറഞ്ഞു അവൻ കക്കാൻ കയറിയതാണെന്ന്. അതല്ല, അവൻ അവിടുത്തെ പെണ്ണുമായി എന്തോ അടുപ്പമുണ്ടെന്നാണ് മറ്റു ചിലർ വിളിച്ചു പറഞ്ഞത്. പഴയ മഠത്തിൽ ഇനി കക്കാനായി എന്തിരിക്കുന്നു? എണീറ്റ് നടക്കാനാവാത്ത തമ്പാനും അയാളുടെ 1-2 സഹായികളുമാണ് അവിടെയുള്ളത്. വിലപിടിപ്പുള്ളതെല്ലാം ശേഖരൻ തമ്പാൻ മുന്നേ തന്നെ വിറ്റു തുലച്ചതാണ്. മറ്റെന്തോ ഉദ്ദേശത്തോടെയാണ് അവൻ അവിടെ ചെന്നു കയറിയതെന്നായിരുന്നു ഒരു കൂട്ടർ പറഞ്ഞു പരത്തിയത്. അന്ന് അവനെ കൈയോടെ പിടിക്കാഞ്ഞതുകൊണ്ട് അത് പത്മാലയത്തിലെ അനിരുദ്ധൻ തന്നെയാണോ എന്ന് ചിലർക്ക് സംശയമുണ്ടായിരുന്നു. ഇരുട്ടിൽ ഓടി പാഞ്ഞുപോയ ആളുടെ മുഖം മഠത്തിന് പുറത്തുള്ളവരാരും തന്നെ കണ്ടിരുന്നില്ല. അതിനാൽ എല്ലാ ഊഹാപോഹങ്ങളായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അനി രക്ഷപ്പെട്ടു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൻ അങ്ങനെ വീടിന് പുറത്തിറങ്ങാറില്ലായിരുന്നു. കുടുംബക്ഷേത്രത്തിലെ തുള്ളലിന് വലിയച്ഛന്റെ ക്ഷണം ഉണ്ടായിരുന്നതാണ്. പക്ഷെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സംശയത്തോടുള്ള നോട്ടവും കുത്തിയുള്ള ചോദ്യവും ഭയന്നാണ് അനിയും അവന്റെ വീട്ടുകാരും അവിടേക്ക് പോകാതിരുന്നത്. ഇന്ന് തുള്ളലായിരുന്നതുകൊണ്ട് അമ്മയുടെയും അനിയത്തിയുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ട് സഹി കെട്ടപ്പോഴാണ് അനി വീട്ടിൽ നിന്നിറങ്ങി ആ രാത്രി സമയത്ത് പാലത്തിനിറക്കത്തിലെ കലിങ്കിന് മുകളിൽ വന്ന് നീണ്ടു നിവർന്ന് കിടന്നത്. അപ്പോഴാണ് ശിവരാമക്കുറുപ്പിന്റെ പരിഹാസ വർത്തമാനം കേൾക്കാനിടയായത്. മുത്തപ്പൻ കുന്നിലെ തുള്ളൽ കണ്ട് മടങ്ങിപ്പോകുന്നവരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ ഇനിയും ശിവരാമക്കുറുപ്പ് പറഞ്ഞതുപോലെയുള്ള വർത്തമാനം കേൾക്കേണ്ടി വരുമെന്നോർത്താണ് അനി കലിങ്കിൽ നിന്ന് എണീറ്റ് അങ്കനവാടിക്ക് പിന്നിലുള്ള നടവഴിയിലേക്ക് ഇറങ്ങി നടന്നത്. ആ നടവഴിക്കരികിലുള്ള തോടും അതിനക്കരയിൽ കണ്ട പഴയ മഠത്തിന്റെ കൂറ്റൻ ചുറ്റുമതിലും കണ്ടപ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ ഇന്നലെ എന്നതുപോലെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അരണ്ട വെളിച്ചം നിറഞ്ഞ അറയിൽ നഗ്നയായിരുന്ന് മന്ത്രങ്ങൾ ജപിക്കുന്ന പവിത്ര ഒരു സ്വപ്നം പോലെ അവന്റെ കൺമുന്നിൽ തെളിഞ്ഞതും അനിക്കുട്ടൻ ഒരു കാന്തിക ആകർഷണത്തിൽപ്പെട്ടതുപോലെ പഴയ മഠത്തിന്റെ പടിപ്പുരയ്ക്ക് നേർക്ക് നടന്നെടുത്തു. പിന്നെ എല്ലാം യാന്ത്രികമായിരുന്നു. തിരിച്ചു പോ എന്ന് ആരോ അവന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നെങ്കിലും അനിയുടെ കാലുകൾ പടിപ്പുര ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടേയിരുന്നു. പതിവിന് വിപരീതമായി മലർക്കെ തുറന്നു കിടന്ന പടിപ്പുരവാതിലിനരികിൽ അനി ഒരു നിമിഷം ശങ്കിച്ചു നിന്നെങ്കിലും അകത്ത് നിന്ന് ആരോ തന്നെ വിളിക്കുന്നുവെന്ന തോന്നലിൽ അവൻ പഴയ മഠത്തിന്റെ മുറ്റത്ത് കാലുകുത്തി. ഉമ്മറത്തോ പടിപ്പുരവാതിക്കലോ ബൾബുകൾ തെളിച്ചിട്ടില്ലായിരുന്നു. പകരം തൂക്കുവിളക്കുകളുടെ അരണ്ട വെളിച്ചം മാത്രമാണ് വളപ്പിനുള്ളിൽ ഉണ്ടായിരുന്നത്. മഠത്തിന്റെ മുറ്റത്ത് കാലുകുത്തിയപ്പോൾ വല്ലാത്തൊരു തണുപ്പ് അനിക്ക് അനുഭവപ്പെട്ടു. ഇരുട്ടിലെവിടെയോ നിന്ന് അവന്റെ മുഖത്തിന് നേർക്ക് പാറി വന്ന ഒരു രാപ്പുള്ളിന്റെ മൂർച്ചയേറിയ കാൽനഖങ്ങളാൽ അനിക്കുട്ടന്റെ നെറ്റിത്തടത്തിൽ ചെറിയൊരു മുറിവേറ്റു. പെട്ടെന്നുണ്ടായ പക്ഷിയുടെ ആക്രമണത്തിൽ അവൻ ഒന്ന് പതറിയെങ്കിലും അനിക്കുട്ടൻ അതിവേഗം മുന്നോട്ട് നീങ്ങി. നഖക്ഷതത്താലേറ്റ മുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ അവന്റെ ചോരത്തുള്ളികൾ പഴയ മഠത്തിന്റെ പൂമുഖത്തിണ്ണയിലേക്ക് ഇറ്റുവീണു. അതോടെ അതുവരെ കത്തിനിന്ന തൂക്കുവിളക്കിലെ ദീപനാളം ആരോ ഊതിക്കെടുത്തിയതുപോലെ അണഞ്ഞുപോയി. എന്നിട്ടും ഇരുട്ടിലാണ്ട പൂമുഖമുറ്റത്ത് നിന്ന അനിയിൽ യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല.
തിണ്ണയിൽ വീണ അവന്റെ ചോരത്തുള്ളികളുടെ ഗന്ധത്താൽ കറുത്തൊരു രൂപം അനിയുടെ പിന്നാലെ കൂടിയത് അവൻ അറിഞ്ഞതേയില്ല. അടുത്ത നിമിഷം ഇരുട്ടു പടർന്ന പൂമുഖത്തിണ്ണയിലെ തൂക്കുവിളക്ക് പഴയതുപോലെ പ്രകാശിച്ചു തുടങ്ങി. വിളക്കിനരികിൽ നിന്ന ആളെ കണ്ട് അനിക്കുട്ടന്റെ കണ്ണുകൾ തിളങ്ങി. പ്രധാന വാതിലിനരികിലെ തൂക്കുവിളക്കിലെ അണഞ്ഞുപോയ തിരി കത്തിച്ചുകൊണ്ട് വിരലുകളിൽ പറ്റിയ എണ്ണ മുടിത്തുമ്പിലേക്ക് തൂത്ത് വശ്യമായ ചിരിയോടെ അവന് മുന്നിൽ നിന്നത് പവിത്രയായിരുന്നു. കടും ചുവപ്പു നിറത്തിലുള്ള പട്ടുസാരിയിൽ ശരീര വടിവുകൾ എടുത്തു കാട്ടുന്ന വിധം അണിഞ്ഞൊരുങ്ങി നിന്ന അവൾ അനിരുദ്ധന്റെ കണ്ണുകളിലേക്ക് ചൂഴ്ന്നു നോക്കി. പവിത്രയുടെ ചാരത്തിളക്കമുള്ള കണ്ണുകളുടെ നോട്ടത്തിൽ വശപ്പെട്ടുപോയ അവൻ അനക്കമറ്റ് നിന്നിടത്ത് തന്നെ നിന്നുപോയി. ആ സമയം അനിക്ക് മുന്നിലെ ചുമരിൽ തെളിഞ്ഞു വന്ന നിഴൽ അവന്റെ ശ്രദ്ധ തിരിച്ചു. നടുക്കത്തോട് തിരിഞ്ഞു നോക്കി അവൻ കണ്ടത് തന്റെ പിന്നിൽ അണച്ചുകൊണ്ട് നിൽക്കുന്ന അസാധാരണ വലിപ്പമുള്ള ഒരു കറുത്ത നായയായിരുന്നു. ഉമിനീർ ഒലിച്ചിറങ്ങുന്ന അതിന്റെ നീണ്ട ചുവന്ന നാവ് തിണ്ണയിൽ ഇറ്റു വീണ അനിയുടെ ചോരത്തുള്ളികളെ നക്കിത്തുടച്ചു. ഒരുമാത്ര പകച്ചു നിന്ന അവന്റെ തോളിൽ ചെറു ചൂടുള്ള മൃദുലമായ പവിത്രയുടെ കൈത്തലം പതിഞ്ഞതും അനി മറ്റെല്ലാം മറന്ന് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഒരു യന്ത്രപാവയെപ്പോലെ അവൻ പവിത്രയുടെ പിന്നാലെ അകത്തേക്ക് നടക്കവേ പൂമുഖത്തിണ്ണയിൽ നിന്ന കറുമ്പൻ നായ ഒരു പുകച്ചുരുളായി തൊടിയിൽ നിന്ന കാഞ്ഞിര മരത്തിനരികിലേക്ക് നീങ്ങി. വിശാലമായ ഹാളിലെ ആട്ടുകട്ടിലിന്റെ ഒരറ്റത്തായി പവിത്രയിരുന്നു. അടുത്തിരുന്ന വെറ്റിലച്ചെല്ലം തുറന്ന് അതിൽ നിന്നൊരു തളിർവെറ്റില എടുത്ത് അവൾ അതിൽ ചുണ്ണാമ്പും പുകയിലയും വെച്ച് അവന് നേർക്ക് നീട്ടി. യാതൊരു സങ്കോചവും കൂടാതെ അനിക്കുട്ടൻ ആ താമ്പൂലം തന്റെ വായിലേക്ക് തിരികെ. വായിൽ നിറഞ്ഞ വെറ്റിലച്ചാറിൽ നിന്ന് വല്ലാത്തൊരു ലഹരി അവന്റെ സിരകളിലേക്ക് പടർന്നു കയറി. തന്റെ അരികിലെല്ലാം മറന്നു നിന്ന അനിയെ പവിത്ര അവളുടെ അരികിലേക്ക് പിടിച്ചിരുത്തി കവിളിൽ തലോടി. അവളുടെ മൃദുലവും ഭംഗിയേറിയതുമായ കൈവിരലുകൾ അവന്റെ രോമാവൃതമായ നെഞ്ചിലൂടെ പരതി നടന്നപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അനി പവിത്രയുടെ അരികിലേക്ക് ചേർന്നിരുന്നു. തലകുനിച്ച് ഏതോ സ്വപ്നലോകത്തിൽ അകപ്പെട്ടതുപോലെ ഇരുന്ന അനിക്കുട്ടനെ അവളിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് പവിത്ര അവന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ആ നിമിഷം അനിക്കുട്ടന്റെ കണ്ണുകൾ കുറുകി. മുഖത്ത് വന്യമായ ഒരു ചിരി പടർന്നു. പിന്നീട് കീ കൊടുത്തു വിട്ട പാവയെപ്പോലെ അവൻ തിടുക്കത്തിൽ പഴയ മഠത്തിന്റെ പടിപ്പുര കടന്ന് പുറത്തേക്കിറങ്ങി ഇരുട്ടിൽ എവിടെയോ മറഞ്ഞു. അടുത്ത ദിവസം കോടനാട്ടുകാർ ഉറക്കം വിട്ടുണർന്നത് ആ നാട്ടിലെ തന്നെ പണക്കാരനായ കുന്നേൽ വീട്ടിലെ വക്കച്ചൻ മാപ്പിളയുടെ മരണവാർത്ത കേട്ടായിരുന്നു. വക്കച്ചന്റെ മൃതദേഹം അയാളുടെ വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. രാവിലെ ചായ കുടിക്കാൻ പോയ അനന്തൻ മാഷാണ് വക്കച്ചൻ മാപ്പിളയുടെ ജഡം അടുത്തടുത്ത് നിന്ന 2 കവുങ്ങുമരങ്ങൾക്കിടയിലേക്ക് തല കടത്തിവെച്ച് കഴുത്തൊടിച്ച നിലയിലായിരുന്നു വക്കച്ചൻ മാപ്പിളയുടെ മൃതദേഹം കിടന്നിരുന്നത്. ഓടിക്കൂടിയ ആൾക്കാരിൽ ചിലർ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഇത് ആരോ ഓടിവെച്ചതാ, കഴുത്തിൽ ഒടിച്ചാ കൊന്നിരിക്കുന്നത്. കോടനാട്ടിൽ ഒടിയൻ ഇറങ്ങിയിരിക്കുന്നു. പണ്ട് ശേഖരൻ തമ്പാന്റെ ആയ കാലത്ത് അയാളുടെ ചില ചിങ്കിടികൾ ഇങ്ങനെ ഒടിവിദ്യ പ്രയോഗിച്ചിരുന്നു. തമ്പാൻ കിടപ്പിലായതോടെ ഒടിയും ഒടിയനും വെറും കഥകളിൽ മാത്രമായി ഒതുങ്ങി. വക്കച്ചൻ മാപ്പിള മരിച്ചെന്ന് പവിത്ര ഉറക്കമൊഴിച്ച് ഉമ്രത്തിണ്ണയിൽ വഴിക്കണ്ണുമായി അങ്ങനെ കാത്തുനിന്നു. രാപ്പുള്ളുകളുടെ ഇടതടവില്ലാതെയുള്ള കൂക്കിവിളികൾ കേട്ടപ്പോഴേ അവൾ മനസ്സിൽ വിചാരിച്ചു, കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നിട്ടുണ്ടാവുമെന്ന്. പാതിരാത്രി കഴിഞ്ഞതോടെ പടിപ്പുരവാതിലിനരികിൽ ഒരു നിഴലനക്കം അവൾ കണ്ടു. വിയർത്ത് കുളിച്ച് അവിടേക്ക് പാഞ്ഞു വന്നത് അനിക്കുട്ടനായിരുന്നു. തന്റെ നെഞ്ചോട് ചേർത്ത് തുണിയിൽ പൊതിഞ്ഞു പിടിച്ച ആമാടപ്പെട്ടി അവൻ പവിത്രയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. ആർത്തിയോടെ അവൾ ആ പെട്ടി തുറന്നു നോക്കി. അതിൽ നിറഞ്ഞിരുന്ന വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ട് പവിത്രയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ആ ആമാടപ്പെട്ടിയിലുണ്ടായിരുന്ന കാശുമാലയും പാലക്കാമാലയും അങ്ങനെ ഓരോ ആഭരണങ്ങളും കയ്യിലെടുത്ത് അവൾ അതിന്റെ ഭംഗി ആസ്വദിച്ചു. അതിനുശേഷം ആ ആഭരണങ്ങൾ ചിലതെടുത്ത് തന്റെ കാതിലും കഴുത്തിലും വെച്ചു നോക്കി. നീളൻ കണ്ണാടിക്ക് മുന്നിൽ ഏറെ നേരം അവൾ ചിലവഴിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അത്രയും ആഭരണങ്ങൾ അനിക്കുട്ടൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും അവൻ താൻ കൊണ്ടുവന്ന പെട്ടിയിലേക്കോ ആഭരണങ്ങളിലേക്കോ ഒരു തവണ പോലും നോക്കിയില്ല. അവന്റെ കണ്ണുകൾ പവിത്രയുടെ ചാരത്തിളക്കമുള്ള കണ്ണുകളിൽ തന്നെ തറഞ്ഞു നിന്നു.
പെട്ടിക്കുള്ളിൽ നിന്ന് വാരിപ്പുറത്തിറക്കിയ ആഭരണങ്ങൾ അതുപോലെ തന്നെ പെട്ടിയിലേക്ക് തിരിച്ചു വെച്ച് അത് ഭദ്രമായി അലമാരയിൽ വെച്ച് പൂട്ടുന്നതിനിടയിൽ പവിത്ര പറഞ്ഞു, അനിരുദ്ധ്, ഇനി പൊയ്ക്കോളൂ. അത് കേൾക്കേണ്ട താമസം അനുസരണയുള്ള ഒരു നായയെപ്പോലെ അവൻ മഠത്തിൽ നിന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. അനിയെ പറഞ്ഞയച്ചതിനു ശേഷം പവിത്ര തിടുക്കത്തിൽ അറപ്പുരയിൽ കടന്ന് തന്റെ ഇഷ്ടമൂർത്തിക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി. ആദ്യത്തെ തവണ തന്നെ താൻ രഹസ്യമായി അഭ്യസിച്ചു പോന്ന വിദ്യകൾ കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നു എന്ന ചിന്ത തന്നെ അവളെ മത്ത് പിടിപ്പിച്ചു. തറയിൽ ചമ്രം പടിഞ്ഞിരുന്നതിന് ശേഷം തൊട്ടുമുന്നിലെ ചെമ്പ് തളികയിൽ ചെമ്പട്ടി വിരിച്ച് അതിനുമേൽ വെച്ചിരുന്ന പഴക്കമേറിയ മനുഷ്യ തലയോട്ടിയിലേക്ക് പവിത്ര തന്റെ തള്ളവിരൽ മുറിച്ച് രക്തമിറ്റിച്ചു. മുടികരിഞ്ഞ ദുർഗന്ധത്തോടൊപ്പം ഒരു തണുത്ത കാറ്റ് അടച്ചിട്ടിരുന്ന ആ അറയിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അതോടെ വിളക്കിലെ തിരി അണഞ്ഞ് അറയിൽ കണ്ണിൽ കുത്തുന്ന ഇരുട്ട് പരന്നു. അറയിൽ ചുറ്റിക്കറങ്ങിയ തണുപ്പൻ കാറ്റിൽ പവിത്രയുടെ ശരീരം വിറകൊണ്ടു. ചുമലാകെ മറച്ച് അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്ന മുടി മാറ്റി ആരോ അവളുടെ പിൻകഴുത്തിൽ സ്പർശിക്കുന്നത് പോലെയുള്ള ഒരനുഭവം അവൾക്കുണ്ടായി. മുടികരിഞ്ഞ ദുർഗന്ധത്തിന്റെ തീവ്രത ഏറി വന്നു. പവിത്രയുടെ ശരീരത്തിലേറ്റ തണുപ്പൻ കാറ്റിൽ അവളുടെ മാറിലെ ചെമ്പട്ട് ഊർന്ന് താഴേക്ക് വീണു. ആ ഇരുട്ടിൽ ചെവിയോരം ചേർന്ന് ഒരു പുരുഷ ശബ്ദം അവൾ കേട്ടു, ഈ രാത്രി നീ എന്റേതാണ്. പവിത്ര ഒട്ടും തന്നെ ഭയന്നില്ല. തന്റെ ശരീരത്തിൽ ആകമാനം പരതി നടന്ന തണുത്ത വരണ്ട കൈത്തലങ്ങളുടെ സ്പർശനമേറ്റ് പവിത്ര അവളുടെ കണ്ണുകൾ ഇറുക്കെ അടച്ചു. അഴുകി ജീർണിച്ച മൃതശരീരത്തിന്റെ അസഹനീയമായ ദുർഗന്ധം അവൾക്കപ്പോൾ അനുഭവപ്പെട്ടെങ്കിലും അവൾ തളികയിലിരുന്ന തലയോട്ടിക്കരികിൽ നിന്ന് എഴുന്നേറ്റ് മാറിയതേയില്ല. വല്ലാത്തൊരു കിതപ്പോടെ പവിത്ര പിന്നിലേക്ക് മലർന്നു വീണു. താൻ ഉടുത്തിരുന്ന ചെമ്പട്ടിന്റെ സ്ഥാനം മാറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നെങ്കിലും യാതൊരു എതിർപ്പും കാണിക്കാതെ അവൾ അനങ്ങാതെ ആ തറയിൽ കിടന്നു. തമ്പാന്റെ താളിയോല ശേഖരണത്തിൽ നിന്ന് കിട്ടിയ ഗൂഢമന്ത്രങ്ങൾ പവിത്ര ഏറെ രഹസ്യമായാണ് അഭ്യസിച്ചു പോന്നത്. ആദ്യം അവൾ തന്റെ അച്ഛനോട് തന്നെ ശിഷ്യയായി സ്വീകരിച്ചുകൊണ്ട് അയാൾക്കറിയാവുന്ന മാന്ത്രിക വിദ്യകൾ അവളെ പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ശേഖരൻ തമ്പാൻ പവിത്രയ്ക്ക് നേരെ മുഖം തിരിക്കുകയാണ് ചെയ്തത്. മാന്ത്രിക വിദ്യകൾ തന്നെയും കൂടി പഠിപ്പിക്കണമെന്ന ആവശ്യവുമായി അച്ഛനരികിലേക്ക് ചെന്ന ആ ആദ്യ ദിവസത്തെപ്പറ്റി പവിത്ര ആ നിമിഷം ഒന്ന് ആലോചിച്ചു പോയി. കറുത്ത ശക്തികളെ പ്രീതിപ്പെടുത്താൻ നമുക്ക് അധികം പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ആ ശക്തികളുടെ സഹായത്തോടെ അസാധ്യമായതെന്തും നമുക്ക് നേടിയെടുക്കാനാവും. പേരും പ്രശസ്തിയും പണവും എല്ലാം ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ നമുക്ക് സ്വന്തമാക്കാം. പക്ഷേ അതിന് പകരമായി അവറ്റകൾ നമ്മുടെ മനസമാധാനം തന്നെ തകർക്കും. ചെയ്യാൻ പാടില്ലാത്തത് പലതും ആ ശക്തികളുടെ പ്രീതി പിടിച്ചു പറ്റാനായി നമുക്ക് ചെയ്യേണ്ടി വരും. അവ നമ്മുടെ അടിമയാണെന്ന് നമുക്കാദ്യം തോന്നും. എങ്കിലും പിന്നീട് നാം അവരുടെ അടിമയായി മാറും. അളവില്ലാത്ത സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതോടെ ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടമാവും. നമ്മുടെ ആരോഗ്യവും യൗവനവും എല്ലാം ആ ശക്തികൾ നശിപ്പിക്കും. ഞാനതിന് ഇരയായവനാണ്. അതിനാൽ അത്തരം മാന്ത്രിക വിദ്യകൾ നിനക്ക് പറഞ്ഞു തരാൻ എനിക്കൊട്ടും താല്പര്യമില്ല. ഞാനതിന് കൂട്ടുനിൽക്കുകയുമില്ല. അന്ന് അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ പവിത്രയുടെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കേട്ടു. അറപ്പുരയുടെ ഇരുട്ടിൽ അവൾ കണ്ണുകൾ ഇറുക്കിനെ അടച്ച് അനങ്ങാതെ അങ്ങനെ കിടന്നു. ഒരു ഗുരുവില്ലാതെ താളിയോലകളിൽ നിന്ന് പഠിച്ചെടുത്ത മാന്ത്രിക വിദ്യകൾ വഴി പവിത്ര വിളിച്ചു വരുത്തിയിരിക്കുന്നത് അകാല മൃത്യു അടഞ്ഞ ഒരാണിന്റെ പ്രേതരൂപത്തെയാണ്. ആ അരൂപിയുടെ സഹായത്താലാണ് അനിരുദ്ധിന്റെ മനസ്സിന്റെ നിയന്ത്രണം തനിക്ക് ഏറ്റെടുക്കാനായത്. ആ ശക്തി എപ്പോൾ വരെ തന്റെ ഒപ്പമുണ്ടാവുമോ അതുവരെ അനിക്കുട്ടൻ തന്റെ അടിമയായിരിക്കും. താൻ പറയുന്നതെന്തും അവൻ കണ്ണും പൂട്ടി അനുസരിക്കും. സമ്പത്തും ആരോഗ്യവും നഷ്ടമായതോടെ അതുവരെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ചു പോന്നിരുന്ന താളിയോലകൾ പലതും ശേഖരൻ തമ്പാൻ കത്തിച്ച് ചാമ്പലാക്കിയിരുന്നു. തമ്പാന്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയ താളിയോലക്കെട്ടുകളുടെ ചെറിയൊരു ശേഖരം ഇപ്പോഴും അറപ്പുരയിലെ പെട്ടിക്കുള്ളിലുണ്ട്. ആ താളിയോലക്കെട്ടുകളിൽ നിന്നാണ് പവിത്ര പലതും പഠിച്ചെടുത്തത്. ഇരുട്ടു നിറഞ്ഞ അറപ്പുരയുടെ തണുപ്പൻ തിണ്ണയിൽ അനങ്ങാതെ കിടന്ന അവളുടെ ശരീരത്തിനുമേൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടപ്പോൾ പവിത്ര
തന്റെ അടഞ്ഞുപോയ കണ്ണുകൾ മലർക്കെ തുറന്ന് ചുറ്റുപാടും നോക്കി. ഒരു അരൂപി തന്റെ ഒപ്പമുണ്ട്. തന്നോടൊത്ത് ശയിക്കുന്ന ആ അരൂപിയുടെ മുഖമൊന്ന് കാണാനായി അവൾ താൻ പഠിച്ചെടുത്ത മന്ത്രങ്ങളുടെ ഉരുക്കഴിക്കാൻ തുടങ്ങി. ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലിയ മന്ത്രജപങ്ങൾക്കൊടുവിൽ അവളുടെ അരക്കെട്ടിന് മേൽ കയറിയിരുന്ന പ്രേതരൂപം മെല്ലെ മെല്ലെ പവിത്രയുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി നാവ് പുറത്തേക്ക് നീണ്ട ഒരാൾരൂപം അയാളുടെ കഴുത്തിന് ചുറ്റും കയറ് വരിഞ്ഞു മുറുകിയതുപോലുള്ള ഒരടയാളം കാണാമായിരുന്നു. ആ പ്രേതരൂപത്തിന്റെ ജീർണിച്ചഴുകിയ മുഖവും ശരീരവും കണ്ട് പവിത്ര ഞെട്ടിവിറച്ചുപോയി. ആ തണുപ്പൻ തിണ്ണയിൽ നിന്ന് അപ്പോൾ തന്നെ ചാടി എണീക്കാനായി അവൾക്ക് തോന്നിയെങ്കിലും താളിയോലയിൽ കുറിച്ചിരുന്ന ഒരു കാര്യം പവിത്രയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. വിധിപ്രകാരം ചെയ്ത ദുർമന്ത്രവാദ ക്രിയകൾക്കൊടുവിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി വിളിച്ചു വരുത്തിയ ദുരാത്മാവിനെ പിണക്കി അയക്കാൻ പാടില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ മാന്ത്രികന്റെ ജീവിതം നരകതുല്യമാവും. അതോടെ പവിത്ര തന്റെ മേൽ കയറിയിരിക്കുന്ന പ്രേതരൂപത്തെ നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ച് അനങ്ങാതെ കിടന്നു. രാത്രിയിൽ എപ്പോഴോ വീട്ടിൽ കയറി വന്ന അനിക്കുട്ടൻ വെയില് മുഖത്തടിച്ചിട്ടും ഉറക്കം വിട്ടുണർന്നില്ല. ചാരിയിട്ടിരുന്ന വാതിൽ തള്ളിത്തുറന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി അകത്തേക്കെത്തിയ ആവണി അവന്റെ ആ കിടപ്പ് കണ്ട് ഒച്ച വെക്കാൻ തുടങ്ങി. ഇന്നലെ പാതിരാത്രി വരെ അനിയേട്ടൻ എവിടെ കറങ്ങി നടക്കുകയായിരുന്നു? ഇട്ടിരിക്കുന്ന ഷർട്ടും മുണ്ടും അവിടെ ഇവിടെ കീറിയിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും ഉരുണ്ടു വീണോ? അതോ ആരെങ്കിലുമായി തല്ലുണ്ടാക്കിയോ? അനിയത്തിയുടെ ഉച്ചത്തിലുള്ള ശകാരം കേട്ട് അനി കിടക്കയിൽ നിന്ന് കണ്ണും തിരുമി എണീറ്റിരുന്നു. ആവണി പറഞ്ഞത് കേട്ട് അവൻ തന്നെ തന്നെ നോക്കി. ഉടുത്തിരിക്കുന്ന കൈലിമുണ്ട് അവിടെ ഇവിടെ പിഞ്ചി കീറിയിരിക്കുന്നു. ഷർട്ടിന്റെ പോക്കറ്റ് തുന്നൽ വിട്ട് താഴേക്ക് കീറി തൂങ്ങിക്കിടക്കുന്നു. തന്റെ കോലം കണ്ട് അന്തം വിട്ടിരുന്ന അവന് ഇന്നലെ നടന്ന ഒരു കാര്യങ്ങളും ഓർമ്മ വന്നില്ല. കീറല് വീണ മുണ്ട് തിരിച്ചും മറിച്ചും നോക്കി പകച്ചിരിക്കുന്ന സഹോദരനെ ആവണി വീണ്ടും കുറ്റപ്പെടുത്തി. ഓഹോ, അപ്പൊ കള്ളു കുടിച്ച് ഒരു ലക്കും ലകാലും ഇല്ലാതെയാണോ ഏട്ടൻ ഇന്നലെ വന്ന് കയറിയത്? അനിയേട്ടൻ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്താ ചെയ്യുക? അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ ഏത് പാതിരാത്രിക്ക് കയറി വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. ഇതിപ്പോ ഞാനും മേലാത്ത അമ്മയും രാത്രിയിൽ ഒറ്റയ്ക്കിവിടെ എങ്ങനെയായിരിക്കുക? ആവണിയുടെ മുഖത്ത് നിറഞ്ഞ വേവലാതി കണ്ടില്ലാന്ന് നടിക്കാൻ അനിക്കുട്ടനായില്ല. മോളെ, എനിക്ക് അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ആവണി ഒഴുകിയിറങ്ങിയ കണ്ണീർ തുടച്ചുകൊണ്ട് അവന്റെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. അനി ആകെ വല്ലാണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ ബീഡിയും വലിച്ച് പാലത്തിനിറക്കത്തിലെ കലിങ്കിനുമേൽ കിടന്ന് മയങ്ങിയ ഓർമ്മയെ അവനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്തുണ്ടായെന്ന് അവൻ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. രാത്രിയിൽ എപ്പോഴാണ് താൻ വീട്ടിലെത്തിയതെന്ന് പോലും അവൻ ഓർമ്മയില്ലായിരുന്നു. ചെളിപുരണ്ട പാദങ്ങളും കൈത്തണ്ടയിൽ കണ്ട ചെറിയ മുറിവുകളും അവനെ വല്ലാണ്ടലട്ടി. ആ സമയത്താണ് അനിക്കുട്ടന്റെ അമ്മ അവന്റെ മുറിയിലേക്ക് കയറി വന്നത്. അനിക്കുട്ടാ, നീ അറിഞ്ഞോ? ഇന്നലെ രാത്രിയിൽ കുന്നേ വീട്ടിലെ വക്കച്ചൻ മാപ്പിളയെ ആരോ ഓടിവെച്ച് കൊന്നു. ഈ കോടനാട്ടിൽ ഒരു ഒടിയൻ ഇറങ്ങിയിട്ടുണ്ടെന്നാ എല്ലാവരും പറയുന്നത്. ആരോ അയാളുടെ കഴുത്തൊടിച്ചു കൊന്നതിന് ശേഷം ആ മനുഷ്യന്റെ വീട്ടിൽ കയറി വിലപിടിപ്പുള്ള എന്തൊക്കെയോ എടുത്തുകൊണ്ടുപോയി എന്നാ കേട്ടത്. ആരെ കൊന്നിട്ടായാലും ആൾക്കാർക്ക് പണം ഉണ്ടാക്കണം. കള്ളന് കട്ടുകൊണ്ട് പോകാൻ ഈ വീട്ടിൽ പൊന്നൊന്നും ഇരിപ്പില്ലെങ്കിലും കല്യാണപ്രായമായൊരു പെൺകുട്ടി ഈ വീട്ടിൽ ഉണ്ടെന്ന ഓർമ്മ നിനക്ക് എപ്പോഴും ഉണ്ടാകണം. ഓരോരോ വാർത്തകൾ കാണുമ്പോൾ എന്റെ ചങ്ക് പിടയ്ക്കുകയാ. നേരം ഇരുട്ടുന്നതിന് മുമ്പേ നീ വീട്ടിലെത്തണം കേട്ടോ. ഭവാനി അമ്മ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ അനിക്കുട്ടൻ മൂടി പുതച്ച് കണ്ണും തുറന്നങ്ങനെ കിടക്കുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് മുറിവിട്ട് പുറത്തേക്കിറങ്ങിപ്പോയ ആവണി തന്റെ കുറ്റങ്ങളൊന്നും അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. ചെളിപുരണ്ട കാലുകളും കീറിപ്പറിഞ്ഞ ഷർട്ടും മുണ്ടും അമ്മ കാണേണ്ട എന്ന് കരുതി അനി കഴുത്തോളം പുതച്ചങ്ങനെ കിടന്നു. അപസ്മാര രോഗിയ അമ്മയോട് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും അനിരുദ്ധോ ആവണിയോ പറയാറില്ല. എന്നാലും ഒടിവേഷം കെട്ടി അയാളെ വകവരുത്തിയത് ആരായിരിക്കും? പണ്ട് പഴയമഠത്തിലെ തമ്പാന്റെ ശിഷ്യന്മാർ ഒടിയനായി മാറി അയാളുടെ ശത്രുക്കളെയെല്ലാം നട്ടല്ലൊടിച്ച് കിടപ്പിലാക്കിയിട്ടുണ്ട്. ചിലരൊക്കെ ചത്തും പോയിട്ടുണ്ട്. ശേഖരൻ തമ്പാൻ ഇപ്പോ കിടപ്പില്ല. പിന്നെ ഇപ്പോ ഇതാരാ
ഒടിവേഷം കെട്ടി കോടനാട്ടിറങ്ങിയിരിക്കുന്നത്? ആർക്കറിയാം? അല്ലെങ്കിലും ആ വക്കച്ചൻ മാപ്പിളയ്ക്ക് അങ്ങനെ തന്നെ വരണം. നിവർത്തിക്കേട് കൊണ്ട് നാട്ടുകാർ അയാളുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങിക്കാറുണ്ട്. പണയം വെക്കുന്ന സ്വർണ്ണപ്പണ്ടങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വിധം പലിശയും പലിശയ്ക്ക് മേൽ പലിശയും എഴുതി വെച്ച് ആ ആഭരണങ്ങൾ സ്വന്തമാക്കുന്ന കുറുക്ക് ബുദ്ധിയല്ലേ അയാൾക്കുള്ളത്. അങ്ങനെ സ്വർണമോ പണമോ നഷ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും മാപ്പിളയെ കൊലപ്പെടുത്തിയത്. മരിച്ചുപോയ ഒരാളെപ്പറ്റി ഇങ്ങനെയൊന്നും പറയല്ലേ അനി. ദൈവദോഷം കിട്ടും കേട്ടോ നിനക്ക്. ഭവാനി അമ്മ അഴിഞ്ഞുപോയ മുടി ചുറ്റിക്കെട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി. അടുത്ത ദിവസം ആവണി നിലവിളക്ക് കത്തിച്ചപ്പോഴേ പുറത്തുപോയ അനി വീട്ടിൽ തിരിച്ചെത്തി. നാമം ചൊല്ലിക്കൊണ്ടിരുന്ന അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. ടിവിയുടെ മുന്നിലിരുന്ന് റിമോട്ടിനു വേണ്ടി അടിപിടി കൂടി അത്താഴവും കഴിച്ചിട്ടാണ് ആങ്ങളെയും പെങ്ങളും അന്നുറങ്ങാൻ കിടന്നത്. രാത്രിയുടെ ഏതോ യാമത്തിൽ അനിക്കുട്ടൻ ഉറക്കത്തിൽ കിടന്ന് പിറുപിറുത്തു. കോൽവിളക്കുമേന്തി ഈറനോട് കുളപ്പടവുകൾ കയറി വന്ന പവിത്ര തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവളുടെ നനവാർന്ന ചെഞ്ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവനെ വല്ലാണ്ട് ആകർഷിച്ചു. അനിക്കുട്ട, എനിക്ക് വരൂ. പൂ പോലെ മൃദുലമായ അവളുടെ കൈവിരലുകളുടെ സ്പർശനം തന്റെ കവിളത്തേറ്റതും അനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇക്ലിയാവുന്നുണ്ട് കേട്ടോ പവിത്രേ. കിടക്കയിൽ എണീറ്റിരുന്നുകൊണ്ട് അവൾക്ക് നേരെ കൈ രണ്ടും നീട്ടി അനി കണ്ണു തുറന്നു. മുന്നിൽ ആരുമില്ല. കട്ടൻ മാറിക്കിടക്കുന്ന ജനൽച്ചില്ലിലൂടെ വരാന്തയിൽ തെളിഞ്ഞു നിൽക്കുന്ന ബൾബിന്റെ അരണ്ട വെട്ടം മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. താൻ കണ്ടത് ഒരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവന് കഴിയുന്നില്ലായിരുന്നു. പവിത്ര തന്നെ വിളിച്ചതും തന്റെ കവിളിൽ തലോടിയതും സത്യം തന്നെയാണെന്ന് അവന് തോന്നിപ്പോയി. അനി എന്തൊക്കെയോ ഓർത്ത് വീണ്ടും കിടക്കയിലേക്ക് ചാഞ്ഞു. അടഞ്ഞുകിടന്ന മുറിയുടെ വാതിൽ തള്ളി തുറന്ന് ആരോ ഒരാൾ അകത്തേക്ക് കയറി വന്നു. മുടി കരിഞ്ഞതുപോലെയുള്ള ദുർഗന്ധം ഉറക്കത്തിലും അവനെ പൊടുന്നനെ വല്ലാത്ത തണുപ്പനുഭവപ്പെട്ട അനി ഉറക്കത്തിൽ തന്നെ കിടക്കയിൽ കിടന്ന് പുതപ്പ് തപ്പിയെടുത്ത് പുതച്ചുകൊണ്ട് ചുരുണ്ടുകൂടി. ദേഹത്ത് പുതച്ച പുതപ്പ് പെട്ടെന്നാരോ വലിച്ചു മാറ്റിയതും അവനൊരു നടുക്കത്തോടെ കിടക്കയിൽ നിന്ന് ചാടിപ്പിടഞ്ഞെണീറ്റു. ആ സമയം ജനൽ ചില്ലിലൂടെ കടന്നു വന്ന മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അനിക്കുട്ടന്റെ മുന്നിലെ ചുമരിൽ അനങ്ങാതെ നിൽക്കുന്ന ഒരാളിന്റെ നിഴൽ തെളിഞ്ഞു വന്നു. ഭയന്നുപോയ അവൻ വെട്ടിത്തിരിഞ്ഞ് ജനലിന് നേർക്ക് നോക്കിയെങ്കിലും അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചുമരിലെ നിഴൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോകെ പോകെ മുഖമില്ലാത്ത കറുത്ത പുക പോലെയുള്ള ഒരു മനുഷ്യരൂപമാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അനി തിരിച്ചറിഞ്ഞു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ നിഴൽ രൂപത്തിൽ നിന്ന് തന്റെ ദൃഷ്ടി മാറ്റാൻ അവനായില്ല. 1-2 നിമിഷം കഴിഞ്ഞതും ഭിത്തിയിൽ കണ്ട ആ നിഴൽ പോലെ തോന്നിച്ച കറുത്ത രൂപം ഒഴുകി ഒഴുകി അവന്റെ തൊട്ടരികിലേക്ക് വന്നു നിന്നു. പിന്നീട് അതിന്റെ മെല്ലിച്ച കൈനീട്ടി അവന്റെ നെഞ്ചിൽ തൊട്ടു. അതോടെ അനിയുടെ തൊട്ടു മുന്നിൽ നിന്ന ആ രൂപം ഒരു ചുഴി കണക്കെ കറുത്ത പുകച്ചുരുളായി അവന്റെ കൺമുന്നിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. തെല്ല് കഴിഞ്ഞതും കറുത്തൊരു ഗോളമായി മാറിയ ആ പുകച്ചുരുൾ തന്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായും ഒപ്പം തന്നെ തന്റെ കണ്ണുകളിൽ ഇരുട്ട് പടരുന്നതായും അവൻ അറിഞ്ഞു. പിന്നെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെ പോലെ അനിക്കുട്ടൻ മുറിയുടെ വാതിൽ വലിച്ചു തുറന്ന് കാറ്റ് കണക്കെ എങ്ങോട്ടോ പാഞ്ഞു. കോടനാട്ട് കവലയിൽ നിർത്തിയ ലാസ്റ്റ് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ ദിയ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. കവലയും പരിസരവും ഏറെക്കുറെ വിജനമാണ്. എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി നോക്കുന്ന ദിയ തന്റെ പെണ്ണുകാണൽ ചടങ്ങിനോടനുബന്ധിച്ചാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അന്നത്തെ ഡേ ഡ്യൂട്ടി കഴിഞ്ഞാണ് അവൾ കോടനാട്ടേക്കുള്ള ബസ് കയറിയത്. 10:30ക്കുള്ള ലാസ്റ്റ് ബസ് ദിയ ഇറക്കിയ ശേഷം കവലയിൽ നിന്ന് കിതച്ച് മുന്നോട്ട് നീങ്ങി. ബസ് സ്റ്റോപ്പിൽ നിന്നൊരു 10 മിനിറ്റ് നേരത്തെ നടത്തമേ ഉള്ളൂ ദിയയുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് സ്റ്റോപ്പ് എത്താറായപ്പോൾ തന്നെ ദിയ തന്റെ അച്ഛനെ ഫോൺ വിളിച്ചെങ്കിലും കോള് കണക്ട് ആകുന്നില്ലായിരുന്നു. കയ്യിൽ കരുതിയ ഫോണിൽ അവൾ വീണ്ടും കോള് ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഫലം. ഞായറാഴ്ചയാണ് ഏതു തന്നെ പെണ്ണ് കാണാൻ വരുന്നത്. വെള്ളിയാഴ്ചത്തെ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ലീവ് എടുത്താൽ 2 ദിവസം വീട്ടിൽ നിൽക്കാമല്ലോ എന്ന ചിന്തയിലാണ് അവൾ അത്ര വൈകിയും കോടനാട്ടേക്ക് തിരിച്ചത്. +2 പഠിച്ച സമയത്ത് യദുകൃഷ്ണനെ കണ്ട പരിചയം ദിയക്കുണ്ട്. ആളിപ്പോൾ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞാൽ തനിക്കും യദുവിന്റെ കൂടെ ലണ്ടനിലേക്ക് പറക്കാം.
അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലി റെഡിയാക്കാമെന്ന് യദു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കല്യാണാലോചനയുമായി യദുവിന്റെ അച്ഛൻ തന്നെയാണ് ആദ്യം വീട്ടിലെത്തിയത്. പിന്നീടാണ് യദു ദിയയെ കോണ്ടാക്ട് ചെയ്തതും പെണ്ണ് കാണാനായി വരുമെന്നറിയിച്ചതും. ആളിപ്പോൾ നാട്ടിലുണ്ട്. 2 മാസത്തെ ലീവിന് വന്നതാണ്. പേരിന് എല്ലാ ചടങ്ങും നടത്തണമെന്ന് രണ്ടാൾക്കും നിർബന്ധമായിരുന്നു. പെണ്ണ് കാണൽ, മോതിരം മാറ്റം, പിന്നെ വിവാഹം. 2 മാസം കൊണ്ട് 3 ചടങ്ങും നടത്താമെന്ന് ഇരു വീട്ടുകാരും അറിയിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും നേരിൽ കാണാൻ പോകുന്നത്. അതിൻ്റെതായൊരു എക്സൈറ്റ്മെന്റ് ആവോളം ഉണ്ടായിരുന്നു ദിയയ്ക്ക്. കവലയ്ക്ക് പിന്നിലുള്ള ചെറിയൊരു ഇടവഴി താണ്ടി 2 വീട് കഴിഞ്ഞെന്നാൽ അവളുടെ വീടെത്തി. ഫോണിൽ നെറ്റ്വർക്ക് കിട്ടാത്തതിനാൽ അവൾ പിറുപിറുത്തുകൊണ്ട് എളുപ്പം വീട്ടിലെത്താൻ ആ ഷോർട്ട് കട്ട് വഴി തന്നെ തിരഞ്ഞെടുത്തു. ഇടവഴിയിൽ ഇരുട്ട് നിറഞ്ഞു നിന്നിരുന്നെങ്കിലും കുറച്ച് ദൂരെയായി വഴിയരികിലെ വീടുകളിൽ നിന്നുള്ള വെട്ടം കാണുന്നുണ്ട്. ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ദിയ വേഗം മുന്നോട്ട് ചുവടുകൾ വെച്ചു. പൊടുന്നനെ വഴിയരികിൽ നിന്ന് ഒരു മരത്തിന് പിന്നിൽ നിന്ന് ആരോ ഒരാൾ ഓടിപ്പാഞ്ഞ് അവളുടെ തൊട്ടു മുന്നിലൂടെ നടവഴി മുറിച്ചു കടന്ന് ഇരുട്ടിലേക്ക് മറഞ്ഞു. ഭയന്ന് വിറച്ചുപോയ ദിയ അനങ്ങാനാവാതെ വഴിയിൽ അങ്ങനെ നിന്നുപോയി. ആ സമയം തന്റെ പിന്നിലായി ദിയ ആരുടെയോ കാലച്ചു കേട്ടു. തിരിഞ്ഞൊന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ ബലിഷ്ഠമായ 2 കൈത്തലങ്ങൾ അവളുടെ മൂക്കും വായും പൊത്തിക്കൊണ്ട് അവളെ കടന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു. കുതിരിമാറാൻ ശ്രമിച്ച ദിയയുടെ കഴുത്ത് തിരിച്ചൊടിച്ച് അവളെ തന്റെ ചുമലിലേക്ക് എടുത്തിട്ടുകൊണ്ട് അയാൾ വേഗം നടന്നു. ഒരു പഴന്തുണി കെട്ടുപോലെ ചലനമറ്റ് ദിയ അയാളുടെ തോളിൽ അങ്ങനെ കിടന്നു. പഴയ മഠത്തിന്റെ മലർക്കി തുറന്നിട്ട പടിപ്പുര കടന്ന് അയാൾ ചെന്ന് നിന്നത് മഠത്തിന് പിന്നിലെ അറപ്പുരയ്ക്ക് മുന്നിലാണ്. തോളിൽ ചുമന്നുകൊണ്ടുവന്ന ദിയയെ അയാൾ ആ അറപ്പുരയ്ക്ക് മുന്നിൽ നിവർത്തിക്കിടത്തി. അറപ്പുരവാതിൽ അയാളുടെ മുന്നിൽ തുറക്കപ്പെട്ടു. കുപ്പിവളകളുടെ കിലുകിലാ ശബ്ദം കേട്ട് അയാൾ വാതിൽപ്പാളികൾ കണ്ട വെളുത്ത തുടുത്ത കൈത്തണ്ടയിലേക്ക് നോക്കി. രക്തചുവപ്പ് നിറത്തിലുള്ള നിറയെ കുപ്പിവളകൾ അണിഞ്ഞു നിന്ന പവിത്ര താഴെ കിടന്ന പെണ്ണിനെയും അവളെ ചുമലിലെടുത്തുകൊണ്ടുവന്ന ആളെയും മാറി മാറി നോക്കി. തന്റെ വലം കാലുകൊണ്ട് തറയിൽ കിടന്ന പെണ്ണിന്റെ ചെരിഞ്ഞിരുന്ന കഴുത്ത് ഒന്ന് നേരെയാക്കി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു പുച്ഛച്ചിരിയോടെ പവിത്ര മുന്നിൽ നിന്ന ആളോട് ചോദിച്ചു, "ഇവളുടെ ജീവൻ പോയി അല്ലേ അനിക്കുട്ട?" അതേ നൃത്തത്തിൽ അവൻ തലയാട്ടി ചിരിച്ചു. ശൃംഗാരം നിറഞ്ഞ ഒരു ചിരി എനിക്ക് സമ്മാനിച്ചുകൊണ്ട് പവിത്ര തന്റെ മുന്നിൽ അനക്കമറ്റ് കിടന്ന പെൺകുട്ടിയെ കടന്ന് അനിരുദ്ധനരികിലേക്ക് ചേർന്ന് നിന്നു. ഷോക്കേറ്റതുപോലെയുള്ളൊരു വിറവൽ തന്റെ കാൽവിരലുകളിൽ നിന്ന് ഉച്ചിയിലേക്ക് പടർന്നു കയറിയതോടെ അനി പവിത്രയുടെ ചാരക്കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവന്റെ മുഖം തന്റെ കൈത്തലങ്ങളിൽ ഒതുക്കിക്കൊണ്ട് പവിത്ര അനിയുടെ ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. എല്ലാം മറന്ന് തന്നോട് ചേർന്ന് നിന്ന അവനെ അല്പം പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് നാണം അഭിനയിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "ഞാൻ മനസ്സിലോർത്ത കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തതിന് അനിക്കുള്ള സമ്മാനമാണിത്. ഇന്നത്തേക്ക് ഇത് മതി. നേരം ഒരുപാടായി. അനി ഇനി പൊയ്ക്കോളൂ." പവിത്ര അത് പറഞ്ഞതും ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ അനിക്കുട്ടൻ പടിപ്പുര കടന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. അവൻ പുറത്തേക്കിറങ്ങിപ്പോയതുകൊണ്ട് അവൾ താൻ ആദ്യമായി മാന്ദ്യക്രിയകൾ പരീക്ഷിച്ചു നോക്കിയ ആ ദിവസങ്ങളെപ്പറ്റി ഓർത്തു. അറപ്പുരയിലെ പെട്ടിയിൽ അവശേഷിച്ച താളിയോലക്കെട്ടുകളിൽ ഒന്നിൽ പ്രേതസേവയെക്കുറിച്ച് എഴുതിയിരുന്നു. പെട്ടെന്നുള്ള ഫലപ്രാപ്തി പ്രതീക്ഷിച്ച് ആ മന്ത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയും അത് അവൾ പഠിച്ചെടുക്കുകയും ചെയ്തു. മാന്ത്രികക്രിയകൾ ആരംഭിക്കുന്നതിന് മുമ്പായി മനുഷ്യഗണത്തിൽപ്പെട്ട പൂരം നക്ഷത്രത്തിൽ പിറന്ന ഒരു പുരുഷനെ ആവശ്യമായിരുന്നു. ക്രിയകൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നേ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെ കയറി വരുമ്പോൾ ആദ്യം തന്നെ പൂരം നക്ഷത്ര ജാതനായ ഒരു പുരുഷനെ കണ്ടുവേണം കർമ്മങ്ങൾ ആരംഭിക്കേണ്ടത്. 3 നാൾ അത് ആവർത്തിക്കേണ്ടതുണ്ട്. മാന്ത്രിക ക്രിയകൾ ചെയ്യുന്നത് അസുരഗണത്തിൽപ്പെട്ട സ്ത്രീയാണെങ്കിൽ 3 നാൾ പൂരം പിറന്ന പുരുഷനെ കണ്ടുവേണം കർമ്മങ്ങൾ ആരംഭിക്കേണ്ടത്. ഇനി മാന്ത്രിക ക്രിയകൾ ചെയ്യുന്നത് അസുരഗണത്തിൽപ്പെട്ട പുരുഷനാണെങ്കിൽ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെ 3 നാൾ കണ്ടുവേണം ക്രിയകൾ തുടങ്ങേണ്ടത്. വളരെ രഹസ്യമായ അന്വേഷണത്തിൽ ഒടുവിലാണ്
പവിത്ര അനിരുദ്ധനെ കണ്ടെത്തിയത്. ക്ഷേത്രത്തിൽ പോകാൻ മടിയുള്ള അവൾ ഒരു ദിവസം രാവിലെ അടുത്ത് തന്നെയുള്ള ഒരു ദേവീക്ഷേത്രത്തിൽ പോകാനിടയായി. ഉത്സവമായതുകൊണ്ട് ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന ഉദ്ദേശത്തിലാണ് അവൾ അമ്പലത്തിലേക്ക് പോയത്. അപ്പോഴാണ് വഴിപാട് കൗണ്ടറിൽ അനിരുദ്ധന്റെ നാളും പേരും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവന് വേണ്ടി വഴിപാട് കഴിപ്പിക്കുന്ന അവന്റെ അമ്മയായ ഭവാനി അമ്മയെ പവിത്ര കണ്ടത്. പിന്നീട് പൂരം പിറന്ന പുരുഷനായ അനിരുദ്ധനെ കണ്ടപ്പോൾ എല്ലാം കൊണ്ടും അവൻ താൻ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾക്ക് യോജിച്ചവനാണെന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്തു. 3-ാം നാൾ നടത്തിയ നഗ്നപൂജയ്ക്കൊടുവിലാണ് അറപ്പുരയുടെ ചെറിയ ജനലിലൂടെ അകത്തെ കുളിഞ്ഞു നോക്കുന്ന അനിക്കുട്ടനെ അവൾ കണ്ടത്. എന്നാലും അന്ന് ചെയ്ത മാന്ത്രികക്രിയകളെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ പവിത്രയ്ക്ക് സാധിച്ചു. അതോടെ പ്രേതസേവ ചെയ്തു തുടങ്ങിയ അവൾ വശീകരണത്തിലൂടെ അനിക്കുട്ടനെ തന്റെ അടിമയാക്കി മാറ്റുകയും ചെയ്തു. താൻ എന്ത് പറഞ്ഞാലും അവനത് ചെയ്യും. കക്കാൻ പറഞ്ഞാൽ കക്കും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അനി അവളുടെ കയ്യിലെ ഒരു യന്ത്രപ്പാവയെപ്പോലെ മാറിക്കഴിഞ്ഞു. പവിത്ര തന്റെ കാൽച്ചുവട്ടിൽ കിടന്ന ദിയെ നോക്കി. ഒരു കാലത്ത് തന്റെ ഉറ്റ സുഹൃത്തായിരുന്നവളാണ്. പണക്കാരനായ ശേഖരൻ തമ്പാന്റെ മകളായി സ്കൂളിലും കോളേജിലും വിലസി നടന്നിരുന്ന കാലത്ത് ദിയെപ്പോലെ ഒരുപാട് സുഹൃത്തുക്കൾ തനിക്കുണ്ടായിരുന്നു. +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാട്ട് മത്സരങ്ങളിൽ എപ്പോഴും 1-ാം സ്ഥാനത്തെത്തുന്ന പഠിപ്പിസ്റ്റായ യദുകൃഷ്ണനോട് തോന്നിയ പ്രണയം താൻ ദിയോടാണ് ആദ്യമായി പറഞ്ഞത്. എന്തുകൊണ്ടോ അവനോട് ആ പ്രണയം തുറന്നു പറയാൻ അന്നൊന്നും പവിത്രക്കായില്ല. വർഷങ്ങൾ കഴിഞ്ഞു പോയതോടെ കൂടെ പഠിച്ചവരെല്ലാം പല പല സ്ഥലത്തേക്ക് പോയി. എല്ലാം നഷ്ടപ്പെട്ട് അച്ഛൻ കിടപ്പിലായതോടെ താൻ പഠിത്തം അവസാനിപ്പിച്ച് മഠത്തിൽ ഒതുങ്ങിക്കൂടി. അതോടെ ഉറ്റ സുഹൃത്തുക്കളെല്ലാം തന്നെ മറന്നു തുടങ്ങി. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് ദിയ പവിത്രയെ ഫോൺ വിളിച്ച് യദുവുമായിട്ടുള്ള വിവാഹക്കാര്യം പറഞ്ഞത്. ഒരു തമാശ പറയുന്ന ലാഘവത്തോടെ ചിരിച്ചുകൊണ്ടാണ് അവളത് പവിത്രയോട് പറഞ്ഞത്. പക്ഷേ വർഷങ്ങളായി കാണാതിരുന്നിട്ടും യദുകൃഷ്ണനെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. തുറന്നു പറയാനാകാത്ത ആ ആദ്യാനുരാഗം പവിത്രയുടെ മനസ്സിന്റെ കോണിൽ എവിടെയോ അണയാത്തൊരു അഗ്നിനാളമായി അപ്പോഴും ജ്വലിക്കുന്നുണ്ടായിരുന്നു. താൻ ഭർത്താവായി ആഗ്രഹിച്ച ഒരാളെയാണ് തന്റെ സുഹൃത്തിന് കിട്ടാൻ പോകുന്നതെന്ന് അറിഞ്ഞതോടെ അടക്കാനാവാത്തൊരസൂയ ദിയോട് അവൾക്ക് തോന്നി. തനിക്ക് യദുവിനെ ഇഷ്ടമാണെന്ന് അവളോടല്ലേ താൻ ആദ്യമായി പറഞ്ഞത്? എന്നിട്ടും അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ദിയ യദുവിനെ വിവാഹം കഴിക്കാൻ സമ്മതം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. തനിക്ക് അവനെ ഇഷ്ടമാണെന്ന് ദിയക്ക് യദുവിനോട് ഒന്നും പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ അവൾ അത് ചെയ്തില്ല. ഞാൻ ആഗ്രഹിച്ച ആളെ നീ അങ്ങനെ സ്വന്തമാക്കേണ്ട. പവിത്ര നിശ്ചലമായ ദിയയുടെ ശരീരത്തിലേക്ക് അല്പനേരം നോക്കി നിന്നു. പിന്നീട് കണ്ണടച്ച് അവൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടു. ശേഷം നിലത്ത് തറയിൽ കിടന്ന ദിയെ ചുമലിലെടുത്തുകൊണ്ട് പഴയ മഠത്തിന്റെ നിലവറയിലേക്ക് നടന്നു. കഴുത്തൊടിഞ്ഞു തൂങ്ങിയ ദിയയുടെ വായിൽ നിന്ന് രക്തത്തുള്ളികൾ താഴേക്കിറ്റിറ്റു വീണു. തറയിൽ വീണ ആ രക്തത്തുള്ളികൾ നക്കി തുടച്ചുകൊണ്ട് അസാധാരണ വലിപ്പമുള്ള ഒരു കറുത്ത നായയും പവിത്രയെ പിന്തുടർന്നു. നിഴലില്ലാത്ത ആ നായയെ നോക്കിക്കൊണ്ട് അവൾ പിറുപിറുത്തു. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന നിനക്ക് ഇന്നിവളുടെ ശവത്തെ ഭോഗിക്കാം. വെളിച്ചം കിടക്കാത്ത പഴയ മഠത്തിന്റെ നിലവറയിൽ ഇവളിനി അന്ത്യവിശ്രമം കൊള്ളും. 11 നാളുകൾ കഴിഞ്ഞാൽ നിന്നെപ്പോലെ തന്നെ ഇവളുടെ ആത്മാവിനെയും ഞാനെന്റെ അടിമയാക്കും. മന്ദചോദ്യം മഷിക്കൂട്ടുകൊണ്ട് കണ്ണെഴുതിയ പവിത്രയ്ക്ക് ഇരുട്ടിലും കൂമനെപ്പോലെ കാഴ്ചകളെല്ലാം തന്നെ കാണാമായിരുന്നു. നന്നേ ഇടുങ്ങിയ പടവുകൾ ഇറങ്ങി പവിത്ര ദിയേയും ചുമന്നുകൊണ്ട് നിലവറയുടെ മുന്നിലെത്തി. പൊടിയും ഈർപ്പവും തങ്ങി നിന്ന അന്തരീക്ഷത്തിൽ മനം മടുപ്പിക്കുന്ന മുടികരിഞ്ഞ ദുർഗന്ധവും പരക്കാൻ തുടങ്ങി. ദിയുടെ ജഡം നിലവറയിലെ പത്തായത്തിലേക്ക് കിടത്തി പവിത്ര തന്റെ പിന്നിൽ വാലാട്ടി നിന്ന കരിയിലുള്ള നായയെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ആ നായയുടെ കനൽ കണ്ണുകൾ ഇരുട്ടിൽ കനൽ എരിയുന്നത് പോലെ തിളങ്ങി. അടുത്ത നിമിഷം കറുത്തൊരു പുകച്ചുരുളായി മാറിയ ആ നായ പത്തായത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങേയറ്റം കുടിലത് നിറഞ്ഞൊരു ചിരിയോടെ പവിത്ര പത്തായത്തിന്റെ മൂടിക അടച്ച് നിലവറയുടെ വാതിൽ ഭദ്രമായി താഴിട്ട് പൂട്ടിയതിനു ശേഷം അവൾ അവിടെ നിന്ന്
തിരിഞ്ഞു നടന്നു. നിലവറവാതിക്കൽ നിന്ന് നടന്നകന്നപ്പോൾ അകത്തുനിന്ന് ഉച്ചത്തിലുള്ള സിൽക്കാരങ്ങളും ഒരു പുരുഷന്റെ ആവേശത്തോടെയുള്ള കിതപ്പും പവിത്ര കേട്ടു. അവൾ തിരിഞ്ഞു നോക്കാതെ ഒരു ചിരിയോടെ പടികൾ കയറി മുകളിലേക്ക് നടന്നു. ഈ നാട്ടിൽ എത്രയോ പെണ്ണുങ്ങളെ കാണാതാകുന്നു. ഒരു തുമ്പുമില്ലാതെ എത്രയോ മിസ്സിംഗ് കേസുകൾ പൊടിയടിച്ച ഫയലുകളിൽ ഇപ്പോഴും വെളിച്ചം കാണാതെ കിടക്കുന്നു. ദിയെ ഇനി ഒരിക്കലും ആരും കാണുകയില്ല. കാണാതെ പോയവരുടെ ലിസ്റ്റിൽ അവളുടെ പേരും ഇന്നത്തോടെ ഇടം പിടിക്കും. നേരെ മുച്ച കഴിഞ്ഞിട്ടും കിടക്ക് വിട്ട് എണീക്കാത്ത അനിക്കുട്ടനെ ശകാരിച്ചുകൊണ്ട് ഭവാനിയമ്മ അവന്റെ മേത്തെ പുതപ്പ് വലിച്ചു മാറ്റി. മുൾച്ചെടികൾ കൊണ്ട് വരഞ്ഞു കീറിയതുപോലെ മകന്റെ ദേഹമാസകലം മുറിവുകൾ കണ്ടപ്പോൾ ആയമ്മ ആകെ പരിഭ്രമിച്ചു പോയി. എന്താടാ അനി ഞാൻ ഈ കാണുന്നത്? നീ ഇന്നലെ ഏത് സമയത്താ മുറിയിൽ നിന്നിറങ്ങിപ്പോയത്? ചെളി പുരണ്ട അവന്റെ കാൽപാദങ്ങളും ഉറക്കച്ചടവുള്ള അവന്റെ മുഖവും കണ്ട് ഭവാനിയമ്മ ശബ്ദം ഘടിപ്പിച്ച് അവനോട് ചോദിച്ചു, അനിക്കുട്ട, ഇന്നലെ രാത്രിയിൽ നീ എവിടെയായിരുന്നു? ദേഹത്തെ പുതപ്പ് മാറിയതും ചാടിപ്പിടഞ്ഞ് കിടക്കയിൽ നിന്ന് എണീറ്റിരുന്ന അനി തല ചൊറിഞ്ഞുകൊണ്ട് തന്റെ ദേഹത്ത് കണ്ട മുറിപ്പാടുകൾ കണ്ട് അവനും ആകെ കുഴങ്ങിപ്പോയി. ഇതെങ്ങനെ പറ്റി? അനിയുടെ ചോദ്യം കേട്ട് ഭവാനിയമ്മ ദേഷ്യത്തിൽ മകനോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ അത്താഴം കഴിച്ച് കിടന്നുറങ്ങിയ നീ എപ്പോഴും എണീറ്റ് പുറത്തു പോയി. ചെളി പുരണ്ട കാലുകൾ പോലും കഴുകാതെ കിടക്കയിൽ വന്ന് കിടന്നു അല്ലേ നീ? ഇല്ലമ്മേ, ഞാൻ ഇന്നലെ രാത്രി എവിടേക്കും പോയില്ല. പക്ഷേ ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിൽ ഞാൻ ഏതൊക്കെയോ വഴിയിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. കണ്ടാൽ ഭയന്നു പോകുന്ന കറുത്തൊരു നിഴലിന്റെ പിന്നാലെയാ ഞാൻ നടന്നത്. ശിവ ശിവ, എന്താ മോനെ നീ പറയുന്നത്? അപ്പോ നീ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പുറത്തേക്കിറങ്ങിപ്പോയോ? ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ശീലത്തിന്റെ തുടക്കമായിരിക്കും ഇത്. ഇന്ന് തന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി വെളിച്ചപ്പാടിനെ കണ്ട് കാര്യം പറയണം. പ്രതിവിധി എന്താന്ന് വെച്ചാൽ നമുക്കതങ്ങ് നടത്താം. ഭഗവതി എന്റെ കുട്ടിയെ രക്ഷിക്കും. അനി എത്രയൊക്കെ തടസ്സം നിന്നിട്ടും പിടിച്ച പിടിയാലെ ഭവാനിയമ്മയും ആവണിയും ചേർന്ന് അവനെ കുടുംബക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയും മകളെയും മാറ്റി നിർത്തി വെളിച്ചപ്പാട് അനിക്കുട്ടനോട് മാത്രമായി ഒന്ന് സംസാരിച്ചു. അവന്റെ ദേഹത്ത് കണ്ട പോറി വരഞ്ഞ പാടുകൾ കണ്ണോടിച്ചതിനു ശേഷം ഉണ്ണി എന്ന് വിളിച്ചുകൊണ്ട് വെളിച്ചപ്പാട് പറഞ്ഞു, വശ്യം അതിന്റെ ഉണ്ണിയുടെ മേൽ ആരോ ചെയ്തിട്ടുണ്ട്. സാരില്ല, അമ്മ ഉണ്ണിയെ രക്ഷിക്കും. ഇവിടേക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനിയും താമസിച്ചിരുന്നെങ്കിൽ ഉണ്ണിയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നേനും. മന്ത്രജപങ്ങൾ ഓതി കറുത്തൊരു ചരടിൽ കെട്ടിയ ഏലസ് വെളിച്ചപ്പാട് അനിക്കുട്ടന്റെ കൈത്തണ്ടയിൽ മുറുക്കെ കെട്ടി. ആ ഏലസ് അവന്റെ കൈത്തണ്ടയിൽ സ്പർശിച്ചതും ദേഹം ചുട്ടു നീറിയതുപോലെ അനിക്കുട്ടൻ ഉറക്കെ അലറിക്കരഞ്ഞു. ക്ഷേത്രമുറ്റത്തു നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചവനെ പിടിച്ചു നിർത്തി വെളിച്ചപ്പാട് അനിയുടെ ചെവിയിൽ ചില മന്ത്രങ്ങൾ ചൊല്ലി. അസ്ഥികഷ്ണങ്ങളിൽ നിന്ന് മാംസം വേർവിട്ടു പോകുന്നത് പോലെ തന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതായി അവന് തോന്നി. വെളിച്ചപ്പാടിന്റെ നാവിൽ നിന്നുതിർന്ന മന്ത്രധ്വനികൾ കേട്ടപാടെ അനിക്കുട്ടൻ നിലത്തേക്ക് പിടഞ്ഞു വീണ് കൈകാലിട്ടടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും തന്റെ ദേഹത്ത് നിന്ന് എന്തോ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ തോന്നിയ അനി നിലത്ത് എണീറ്റിരുന്നു. ദോഷങ്ങൾ പൂർണ്ണമായി വിട്ടകന്നിട്ടില്ല. അതിനായി ചില കർമ്മങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതുവരെ ഈ ഭസ്മത്തിൽ നിന്ന് ഒരു നുള്ളെടുത്ത് എല്ലാ ദിവസവും ആഹാരത്തിലോ വെള്ളത്തിലോ ചേർത്ത് ഈ ഉണ്ണിക്ക് കൊടുക്കണം. വെളിച്ചപ്പാട് ഒരു ഇലക്കീരിൽ അല്പം ഭസ്മം ജപിച്ച് ഭവാനിയമ്മയുടെ കൈവശം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിലത്ത് വാടിത്തിളന്നിരിക്കുന്ന മകനെ കണ്ട് ആ സ്ത്രീ വല്ലാണ്ട് പരിഭ്രമിച്ചപ്പോൾ വെളിച്ചപ്പാട് അവരെ ആശ്വസിപ്പിച്ചു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയതോടെ അനിക്കുട്ടന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു. അവൻ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. എല്ലാ ദിവസവും അതിരാവിലെ എണീറ്റ് കുളിച്ച് ആവണിയോടൊപ്പം അവൻ ഭഗവതി ക്ഷേത്രത്തിൽ പോയി തുടങ്ങിയിരുന്നു. തോപ്പിലെ തേങ്ങ വിറ്റാൽ മാത്രം ജീവിക്കാനുള്ള വക കണ്ടെത്താൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ അനി ഒരു ജോലി കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പഴയ മഠത്തിന്റെ കെട്ടിലും മട്ടിലും മാറ്റങ്ങൾ ഉണ്ടായി.
ചായം മങ്ങിയ ചുമരുകൾക്ക് പുറമെ പുത്തൻ പെയിന്റ് അടിച്ച് മോടി കൂട്ടി. പൂമുഖവും പടിക്കെട്ടും പൊളിച്ചു പണിതു. അടുക്കളയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. മുറ്റത്തൊരു കാറും കൂടി വാങ്ങിച്ചിട്ടതോടെ കെട്ടിലമ്മയെപ്പോലെ പവിത്ര പൂമുഖത്തെ ചാരുകസേരയിൽ ഞെളിഞ്ഞങ്ങനെ ഇരിക്കാൻ തുടങ്ങി. തമ്പാന്റെ സഹായികളായി നിന്നവർ ഇപ്പോൾ മകളുടെ സഹായികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുങ്ങി ചമഞ്ഞ് കാറിൽ കയറി പവിത്ര എങ്ങോട്ടൊക്കെയോ പോകുന്നു. ആരെയൊക്കെയോ കാണുന്നു. പണ്ടുണ്ടായിരുന്ന പഴയ മഠത്തിന്റെ ആ പ്രൗഢി അത് തിരിച്ചു വരാൻ തുടങ്ങിയതോടെ ശേഖരൻ തമ്പാന്റെ മനസ്സിൽ ഒരാന്തലുണ്ടായി. ആകെയുള്ള മകൾ തന്റെ പാത തന്നെ പിന്തുടരുകയാണോ? അവൾക്കും തന്റെ ഗതി തന്നെ വന്നു ചേരുമോ? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തമ്പാന്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ സത്യങ്ങളാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. കോടനാട്ടിന്റെ അകത്തും പുറത്തും നിന്ന് പലരും പവിത്രയെ കാണാൻ വരുന്നുണ്ട്. പണത്തിനിപ്പോൾ പഞ്ഞമില്ല. മുമ്പത്തെ പോലെ അവളിപ്പോൾ തന്റെ മുറിയിലേക്ക് വരാറില്ല. ഒന്നും സംസാരിക്കാറുമില്ല. ശേഖരൻ മകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആയാസപ്പെട്ട് മേശമേലിരുന്ന് അലാറം മുഴക്കി. അല്പനേരം കഴിഞ്ഞപ്പോൾ സഹായിയായ മാധവന് പകരം പവിത്ര തന്നെ അയാളുടെ മുറിയിലേക്ക് കയറി വന്നു. മിന്നിത്തിളങ്ങുന്ന വില കൂടിയ സാരിയും കയ്യിലും കഴുത്തിലും നിറയെ സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് മുന്നിലേക്ക് വന്ന മകളെ കണ്ട് തമ്പാൻ ആകെ അമ്പരന്നു പോയി. വേഷവിധാനങ്ങളിൽ നല്ല മാറ്റം തന്നെയുണ്ട്. പക്ഷേ ആ പഴയ പവിത്രയുടെ മുഖത്തുണ്ടായിരുന്ന നിഷ്കളങ്കത നിറഞ്ഞ ചിരിയും തിളക്കവും അത് എവിടെയോ നഷ്ടമായിരിക്കുന്നു. അച്ഛനിങ്ങനെ ഇനി ഈ ഇരുട്ട് മുറിയിൽ കിടക്കേണ്ട ആവശ്യമില്ല. നാളെ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡേൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വീൽ ചെയർ അത് നാളെ തന്നെ എത്തും. ഹോസ്പിറ്റലിൽ പോകാനോ ഇലക്ട്രിക് വീൽ ചെയറിൽ ഇരിക്കാനോ അയാൾ താല്പര്യം കാണിച്ചില്ല. മകളുടെ സംസാരം കേട്ട് അയാൾക്ക് യാതൊരു സന്തോഷവും തോന്നിയതുമില്ല. ഇതൊക്കെ നിനക്കെങ്ങനെ കഴിഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പകരം ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ നീ ഏത് ശക്തിയെയാണ് കൂട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം. യക്ഷിണി സാധനയാണോ നീ ചെയ്യുന്നത്, അതോ ചാത്തൻ സേവയോ? അച്ഛന്റെ ചോദ്യം കേട്ട് പവിത്രയുടെ കണ്ണുകൾ കുറുകി. ഇത് രണ്ടുമല്ല. തൽക്കാലം അച്ഛനിപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഒരു കൊടിച്ചു പട്ടിയെപ്പോലെ ഇവിടെ കിടന്ന് നരകിച്ച് ചാവാൻ എനിക്ക് പറ്റില്ല. ഒരു കാലത്ത് ഒരു രാജാവിനെ പോലെ കഴിഞ്ഞവനല്ലേ അച്ഛൻ. അപ്പോൾ ഇനി അങ്ങോട്ട് എനിക്കും ഇവിടെ ഒരു രാജകുമാരിയെ പോലെ വാഴണം. പഴയ പേരും പ്രശസ്തിയും അത് ഞാൻ തിരിച്ചു പിടിക്കും. പവിത്രയുടെ ധിക്കാരം നിറഞ്ഞ സംസാരം കേട്ട് ശേഖരൻ തമ്പാൻ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ദുർമന്ത്രവാദം ചെയ്യുന്നയാളുടെ ഉയർച്ച താൽക്കാലികം മാത്രമായിരിക്കും. അവൻ ഒരിക്കലും മോക്ഷം കിട്ടുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നരകയാതന അനുഭവിക്കേണ്ടി വരും. ഞാനിതിപ്പോഴും അനുഭവിക്കുകയാണ്. എന്റെ ദുർഗതി നിനക്ക് വരാതിരിക്കണമെങ്കിൽ നീ തുടങ്ങിവെച്ചതെല്ലാം ഇപ്പൊ തന്നെ നിർത്തിക്കോ. ദുരാത്മാക്കളെ വിളിച്ചുണർത്തി ആ ശക്തികളെ നിന്റെ വരുതിയിലാക്കി അവറ്റകളെ കൊണ്ട് നിന്റെ അടിമവേല ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് നിന്റെ നാശത്തിലേക്ക് നയിക്കൂ. ഇതുപോലെ അച്ഛനെ അമ്മയും ഉപദേശിച്ചിരുന്നു. എന്നിട്ട് അച്ഛൻ കേട്ടോ? എല്ലാം നിർത്തി അച്ഛൻ നന്നാകാൻ ശ്രമിച്ചോ? പകരം തടസ്സം നിന്ന് എൻ്റെ അമ്മയെ തന്നെ അച്ഛൻ ഇല്ലാണ്ടാക്കിയില്ലേ? പണവും പ്രശസ്തിയും കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. പണം എത്ര കിട്ടിയാലും അത് പോരെന്നേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് തടസ്സമായി നിൽക്കുന്ന ആരായാലും അയാളെ ഇല്ലാതാക്കാനേ എല്ലാവരും ശ്രമിക്കും. ഈ ഞാനും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ മാർഗത്തിൽ ഒരു തടസ്സമായി നിൽക്കാനാണ് അച്ഛന് ഭാവമെങ്കിൽ മകൾ ആ വാക്കുകൾ പൂർത്തിയാക്കാതെ മുറിവിട്ട് പുറത്തേക്ക് പോയെങ്കിലും അവൾ പറയാതെ പറഞ്ഞ കാര്യം തമ്പാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. സ്വന്തം മകളുടെ നാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതും താൻ ചെയ്ത് കൂട്ടിയ കർമ്മത്തിന്റെ ഫലമാണെന്ന ചിന്തയിൽ തമ്പാൻ കിടന്ന കിടപ്പിൽ കണ്ണീരൊഴുക്കി. പഴയ മഠത്തിലെ ഒഴിഞ്ഞ അലമാരകൾ വീണ്ടും പണം കൊണ്ട് നിറയാൻ തുടങ്ങി. അച്ഛൻ വിറ്റ് തുലച്ചതൊക്കെ മകൾ വാങ്ങിച്ചു കൂട്ടി. എന്നിട്ടും എന്തോ ഒരു പോരായിക പവിത്രയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഒരാൺതുണ വേണമെന്ന് ആഗ്രഹിച്ചപ്പോഴെല്ലാം അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നത് യദുകൃഷ്ണനായിരുന്നു. ദിയെ കാണാതായതോടെ അവൻ ലണ്ടനിലേക്ക് തിരിച്ചു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ ചെയ്തിട്ടായാലും വേണ്ടില്ല, അവനെ ഈ കോടനാട്ടിൽ എത്തിച്ചേ മതിയാകൂ.
ഒരു തവണയൊന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ, ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ വശ്യത്തിലൂടെ തന്നെ യദുവിനെ തനിക്ക് സ്വന്തമാക്കാം. അങ്ങനെയൊരു ചിന്ത പവിത്രയുടെ മനസ്സിൽ ഊരിത്തിരിഞ്ഞതോടെ അവൾ ചെയ്തു വന്ന ആഭിചാരക്രിയകളിൽ ചില പാകപ്പിഴകളൊക്കെ സംഭവിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ പവിത്ര പതിവിലും വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി പല നേതാക്കന്മാരും ബിസിനസ്സുകാരും അവളെ കാണാനായി മഠത്തിലെത്തുന്നുണ്ട്. നേരം പുലരുവോളം അവർക്ക് വേണ്ടിയുള്ള പൂജകളും ക്രിയകളും നടത്തേണ്ടി വരുന്നു. കർമ്മങ്ങൾ ചിലപ്പോൾ അവരുടെ വസതിയിൽ വെച്ചായിരിക്കും നടത്തുക, ചിലപ്പോൾ മഠത്തിലെ അറപ്പുരയിലും. മണിക്കൂറോളം നീണ്ട മാന്ത്രികക്രിയകൾക്കൊടുവിൽ പവിത്ര ഒന്ന് തലചായ്ച്ചു. ചെറുതായി ഒന്ന് മയങ്ങി വന്നപ്പോഴേക്കും ആരോ വിളിച്ചുണർത്തിയതുപോലെ അവൾ ബെഡിൽ നിന്ന് ചാടി എണീറ്റ് ചുറ്റും നോക്കി. ഭദ്രമായി അടച്ച മുറിയുടെ ജനലും വാതിലും മലർക്കെ തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ മുറിയിലെ ലൈറ്റ് തെളിയിച്ചു. ചുമരിലെ ക്ലോക്കിലപ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കൂട്ടി നെറുകയിൽ ചുറ്റിക്കെട്ടിയപ്പോഴാണ് പവിത്ര വീണ്ടും ആ വിളി കേട്ടത്. പതിഞ്ഞ ശബ്ദത്തിൽ ആരോ തന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അവൾ ചെവിവട്ടം പിടിച്ചു. അറപ്പുരയുടെ ഭാഗത്തു നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. പവിത്രയുടെ കാലുകൾ അവൾ പോലും അറിയാതെ മുന്നോട്ട് ചലിച്ചു. ഒടുക്കം അടഞ്ഞു കിടന്ന അറപ്പുരയ്ക്ക് മുന്നിൽ അവൾ എത്തിയപ്പോൾ ഒരു ഞെരക്കത്തോടെ അറയുടെ വാതിലുകൾ അവൾക്ക് മുന്നിൽ സ്വയം തുറന്നു വന്നു. ആരോ വട്ടം ചുറ്റി പിടിച്ച് അവളെ അറക്കുള്ളിലേക്ക് വലിച്ചിട്ടതുപോലെ പവിത്ര അറയുടെ തണുപ്പൻ തിണ്ണയിലേക്ക് ചെന്നു വീണു. അടുത്ത നിമിഷത്തിൽ വലിയൊരു ശബ്ദത്തോടെ ആ അറപ്പുരയുടെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു. ചുറ്റും നിറഞ്ഞ ഇരുട്ടിൽ നിന്ന് അവൾ ഒരു പുരുഷ ശബ്ദം കേട്ടു. ഈയിടെയായി നീ എന്റെ കാര്യങ്ങൾ മറന്നു പോകുന്നു. എനിക്ക് ലഭിക്കേണ്ടതൊന്നും തന്നെ മുറയ്ക്ക് ലഭിക്കുന്നില്ല. പവിത്ര പരിഭ്രമത്തോടെ അറയിലിരിക്കുന്ന തളികയിലേക്ക് നോക്കി. ചെമ്പ് തളികയിൽ ചെമ്പട്ടിനുമേൽ വെച്ചിരുന്ന തലയോടിന്റെ കൺകുഴികളിൽ തീപ്പൊരി പോലെ തിളങ്ങി നിന്ന വെട്ടം കണ്ട് അവൾ തിണ്ണയിൽ നിന്ന് പിടഞ്ഞെണീക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഇരുട്ടിൽ വലിയൊരു ഭാരം തന്റെ ദേഹത്തിന് മുകളിലേക്ക് അമരുന്നതറിഞ്ഞ് പവിത്രയ്ക്ക് തിണ്ണയിൽ നിന്ന് എണീക്കാനായില്ല. പതിഞ്ഞൊരു ചിരി കേട്ടതോടൊപ്പം തന്നെ ഇരുട്ടറയിൽ കറുത്ത നീണ്ടൊരു പുകച്ചുരുൾ കാറ്റുപോലെ അവൾക്ക് ചുറ്റും വട്ടം ചുറ്റി പറന്നു. ചക്രവാത ചുഴി പോലെ അറയിൽ രൂപം കൊണ്ട ആ കാറ്റിൽ അവളുടെ ഉടയാടകൾ പറന്നു പൊങ്ങി അകന്നുപോയി. നഗ്നമായ ശരീരത്തിൽ അവിടിവിടെ മുറിവേറ്റ് വേദനിച്ചു തുടങ്ങിയപ്പോൾ പവിത്ര താൻ അടിമയാക്കി വെച്ച ആ ശക്തിയെ എതിർക്കാൻ ശ്രമിച്ചു. പിന്നെ പരാജയപ്പെട്ട് ആ ആരോപിക്ക് മുന്നിൽ അവൾ കീഴ്പ്പെട്ടു. നീണ്ട 7 നാൾ അത് തന്നെ ആവർത്തിച്ചു. തന്റെ അല്പജ്ഞാനം ഒരു വിനയായി മാറുകയാണെന്ന് അപ്പോഴാണ് പവിത്രയ്ക്ക് തിരിച്ചറിയാനായത്. തന്റെ മുറിയിലെ ചുമരിൽ തൂങ്ങിയ നീളൻ കണ്ണാടിയിലേക്ക് നോക്കവേ അറപ്പുരയിൽ വാസമുറപ്പിച്ച ആ അരൂപിയുടെ വാക്കുകൾ പവിത്രയുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തി. ഇനി ഈ അറപ്പുരയിൽ ഒരു അരൂപിയായിരിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കൊരു ദേഹം വേണം. സഫലമാകാത്ത എന്റെ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തിയാക്കണമെങ്കിൽ എനിക്കൊരു ശരീരം കൂടിയേ തീരൂ. അല്ലാത്ത പക്ഷം എന്നെ ഉപയോഗിച്ച് നീ നേടിയതെല്ലാം നിനക്ക് നഷ്ടമാകും. അരൂപി പറഞ്ഞ ആ വാക്കുകൾ ഓർത്തപ്പോൾ തന്നെ പവിത്രയുടെ ഉള്ളൊന്ന് കാളി. താൻ അടിമയായി കൊണ്ടു നടന്നവനിപ്പോൾ തന്നെ ഒരു അടിമയാക്കി മാറ്റിയിരിക്കുകയാണ്. ചുമരിലെ നീലൻ കണ്ണാടിയിൽ പതിഞ്ഞ സ്വന്തം രൂപത്തിലേക്ക് പവിത്ര ഉറ്റുനോക്കി. കറുത്ത് കരിവാളിച്ചിരിക്കുന്ന കണ്ടടങ്ങൾ, ചോര വറ്റിയതുപോലെ വെളുത്ത വിളറിയ മുഖം, മെല്ലിച്ച കൈകാലുകൾ. എത്ര പെട്ടെന്നാണ് തന്റെ കോലം തന്നെ മാറിപ്പോയത്. പ്രേതസേവ ചെയ്യുന്നയാൾ ഒടുവിൽ ഒരു പ്രേതത്തെപ്പോലെ ആകുമെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തന്റെ കോലം കണ്ട് അതിപ്പോൾ സത്യമാവുകയാണെന്ന് പവിത്രയ്ക്ക് തോന്നി. തൽക്കാലം അരൂപിയെ പിണക്കുന്നത് ഉചിതമല്ല. ആ ശക്തിയുടെ ആവശ്യം അത് സാധിച്ചു കൊടുത്തേ മതിയാകൂ. ആ ദുരാത്മാവിന് കയറിക്കൂടാൻ ഒരു ദേഹം വേണം. അതിനുവേണ്ടി ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗാഢമായ ചിന്തക്കൊടുവിൽ പവിത്രയുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു വന്നു. അനിരുദ്ധ്. എല്ലാം കൊണ്ടും ഈ ആവശ്യത്തിനായി അവനെ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഉത്തമം. വശ്യത്തിലൂടെ അവനെ വരുതിയിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഇനി ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ തനിക്ക് കഴിയും. എല്ലാത്തിൻ്റെയും അവസാനം
ദേഹമില്ലാത്തവനെയും അതുള്ളവനെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയക്കണം. അല്ലെങ്കിൽ രണ്ടാളുടെയും ആത്മാക്കളെ ആവാഹിച്ച് ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത വിധം മന്ത്രങ്ങൾ കൊണ്ട് ബന്ധിച്ച് നിലവറയിലെ ഏതെങ്കിലും ഒരു പെട്ടിയിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പവിത്ര അന്ന് രാത്രിയിൽ അറപ്പുരയിലെ പെട്ടിയിലിരുന്ന താളിയോലക്കെട്ടുകളൊക്കെയും അരിച്ചു പെറുക്കി. പരകായ പ്രവേശം എന്ന് താളിയോലക്കെട്ടിലെ ആ വാക്ക് അവളുടെ മനസ്സിൽ ഉടക്കി നിന്നു. കോടനാട്ടിൽ തന്നെയുള്ള തടിക്കൂപ്പിൽ കണക്കെഴുത്തുകാരനായി ജോലി കിട്ടിയതോടെ അനിക്കുട്ടൻ വലിയ സന്തോഷത്തിലായിരുന്നു. ജോലി വൈകിട്ട് 5 ആകുമ്പോഴേക്കും കഴിയും. പിന്നെ നേരെ വീട്ടിലേക്ക് പോകും. പണ്ടത്തെ പോലെ പാതിരാത്രി വരെയുള്ള ചുറ്റിക്കറക്കമൊന്നുമില്ല. ആവണിക്ക് ചില വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ബന്ധം ഒത്തുവന്നാൽ അവളുടെ വിവാഹം അങ്ങ് നടത്തണം. അന്ന് അല്പം താമസിച്ചാണ് അനിക്കുട്ടൻ കോടനാട്ട് കവലയിലെ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയത്. വഴിയിൽ വെച്ച് ബ്രോക്കർ സുധാകരനെ കണ്ടപ്പോൾ ആവണിക്ക് വന്ന ഒരു വിവാഹാലോചനയെപ്പറ്റി സംസാരിച്ചു കൊണ്ടങ്ങനെ നിന്നുപോയി. പതിവ് സമയം തെറ്റിയതുകൊണ്ട് അമ്മയും ആവണിയും തന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവുമെന്നോർത്ത് അനി വാച്ചിൽ നോക്കി. 9 മണി കഴിഞ്ഞിരിക്കുന്നു. തിടുക്കത്തിൽ ഇറക്കമിറങ്ങി അംഗനവാടിക്ക് പിന്നിലെ നടവഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ആരോ തന്നെ പിന്നിൽ നിന്ന് വിളിക്കുന്നൊരു തോന്നല് അവനുണ്ടായി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ ആ വഴിയരികിൽ അനങ്ങാതെ നിൽക്കുന്നു. ആരാ അതെന്ന് ചോദിച്ചപ്പോഴേക്കും ആ മനുഷ്യൻ തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. അയാളുടെ മുഖം വ്യക്തമായി കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും അവൻ തിരിഞ്ഞ് ആ മനുഷ്യന്റെ പിന്നാലെ നടന്നു. കയ്യിൽ കെട്ടിയിരുന്ന ഏലസ് ചെറുതായി ചൂട് പിടിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതത്ര കാര്യമാക്കാതെ അനിക്കുട്ടൻ വഴിയിൽ കണ്ട ആ ആൾരൂപത്തിന് പിന്തുടർന്ന് പഴയ മഠത്തിന്റെ മുറ്റത്തെത്തി. തനിക്കെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നിയതിനാൽ അവൻ മഠത്തിന്റെ മുറ്റത്ത് നിന്ന് തിരിച്ചു നടക്കാനൊരുങ്ങി. അപ്പോഴേക്കും പിന്നിൽ നിന്ന് പവിത്രയുടെ മധുര ശബ്ദം കേട്ട് അവൻ പഴയ മഠത്തിന്റെ മുറ്റത്ത് തറഞ്ഞു നിന്നു. ഇവിടം വരെ വന്നിട്ട് അനിക്കുട്ടൻ എന്നെ കാണാതെ പോവുകയാണോ? എത്ര ദിവസമായി ഞാൻ അനിയെ ഒന്ന് കണ്ടിട്ട്. ഞൊടിയിടയിൽ വെട്ടിത്തിരിഞ്ഞ് അവൻ നോക്കിയത് ഉമ്മറക്കോലായിൽ ഉടുത്തുരുങ്ങി നിന്ന പവിത്രയുടെ ചാരത്തിളക്കമുള്ള കണ്ണുകളിലേക്കായിരുന്നു. ഇരുവരും പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി നിന്ന ആ സമയത്ത് അനിക്ക് തന്റെ മനസ്സിന്റെ നിയന്ത്രണം പോലും നഷ്ടമായി. എല്ലാം മറന്ന് തനിക്ക് നേരെ നീട്ടിയ പവിത്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനിക്കുട്ടൻ മഠത്തിനകത്തേക്ക് പ്രവേശിച്ചു. മഠത്തിന്റെ പ്രധാന വാതിൽ അടുത്ത നിമിഷം തന്നെ സ്വയം അടഞ്ഞ കാതടുപ്പിക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തരിച്ച് ഒരു മാത്ര അവൻ നിന്നുപോയെങ്കിലും പവിത്രയുടെ നിലാവ് പൊഴിയുന്നത് പോലെയുള്ള പുഞ്ചിരിയിൽ മയങ്ങി അനിക്കുട്ടൻ അവൾക്ക് പിന്നാലെ തന്നെ നടന്നു നീങ്ങി. അകത്തളത്തിലെ നീല നിടനാഴികയിൽ കൂടി പല മുറികളും കയറിയിറങ്ങി അവസാനം അവരിരുവരും അറപ്പുരയിലെത്തി നിന്നു. അവിടെ നിലത്ത് വിരിച്ചിരുന്ന മെത്തയിലേക്ക് പവിത്ര അവനെ പിടിച്ചിരുത്തി. വെറ്റിലച്ചെല്ലത്തിൽ നിന്നെടുത്ത തളർവെറ്റിലയിൽ പുകയിലയും ചുണ്ണാമ്പും വെച്ച് മടക്കി കൂട്ടുന്നതിന് തൊട്ടു മുമ്പ് വശ്യമായ സുഗന്ധമുള്ള ഒരു ലേപനവും അവൾ ആ വെറ്റിലയിൽ തേച്ച് അനിയുടെ വായിലേക്ക് വെച്ചു. വേണ്ടെന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും പവിത്രയുടെ ചാരക്കണ്ണുകളിലേക്ക് നോക്കുന്തോറും മറുത്തൊന്നും പറയാനാവാതെ അനി അവൾ പറഞ്ഞതെല്ലാം അനുസരിച്ചു കൊണ്ടിരുന്നു. അവളുടെ തഴുകലിലും തലോടലിലും മതിമറന്നിരുന്ന അവനെ പവിത്ര മെല്ലെ മെത്തയിലേക്ക് പിടിച്ചു കിടത്തി. അനിയെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഇനി അങ്ങോട്ട് തൻ്റെ ഒപ്പം ജീവിക്കാനാണ് എനിക്കിഷ്ടം. പറയുന്നതിനോടൊപ്പം തന്നെ പവിത്രയുടെ കൈവിരലുകൾ അവന്റെ മുഖത്തും നെഞ്ചിലുമായി പരതി നടന്നു. അവളുടെ കൈവിരലുകളുടെ സ്പർശന സുഖത്താൽ അനിക്കുട്ടന്റെ കണ്ണുകൾ മെല്ലെ മെല്ലെ അടഞ്ഞുപോയി. അവൻ മയക്കമായി എന്നറിഞ്ഞതോടെ പവിത്ര അനിയുടെ അരികിൽ നിന്ന് എണീറ്റ് തിടുക്കത്തിൽ അന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച മാന്ത്രിക കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചെമ്പ് തളികയിൽ ചെമ്പട്ടിൽ പൊതിഞ്ഞു വെച്ചിരുന്ന തലയോട് പുറത്തെടുത്ത് നിലത്ത് വരച്ചിരുന്ന നക്ഷത്രക്കളത്തിന് നടുവിലായി അവൾ വെച്ചു. ശേഷം തന്റെ തള്ളവിരൽ മുറിച്ച് ആ തലയോടിന് മുകളിലേക്ക് പവിത്ര തന്റെ രക്തത്തുള്ളികൾ ഇറ്റിച്ചു. പിന്നീട് മാന്ത്രികക്കളത്തിനരികിലെ പീഠത്തിലിരുന്നുകൊണ്ട് താളിയോലകളിൽ നോക്കി അവൾ മന്ത്രങ്ങൾ ഉരുവിട്ടു. സമയം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. മന്ത്രജപങ്ങൾക്കിടയിൽ പവിത്ര എണീറ്റ് ഗാഠനിദ്രയിലാണ്ട അനിരുദ്ധനുമേൽ വെള്ള പുതപ്പിച്ചു. അവന്റെ കൈവെള്ളയിൽ ഒരു മുറിവുണ്ടാക്കി ചെറിയൊരു പിഞ്ഞാണത്തിലായി അവൾ അവന്റെ രക്തം ശേഖരിച്ചു.
അനിക്കുട്ടന്റെ കൈവെള്ളയിൽ മുറിവുണ്ടാക്കിയ ആ സമയത്ത് അവനൊന്ന് ഞെരങ്ങിയെങ്കിലും ഉറക്കം വിട്ട് അവൻ ഉണർന്നില്ല. പിഞ്ഞാണത്തിൽ ശേഖരിച്ച അനിയുടെ രക്തം നക്ഷത്രക്കളത്തിന് നടുവിൽ വെച്ച തലയോടിന്റെ വായിലേക്ക് പകർന്നുകൊണ്ട് പവിത്ര മന്ത്രജപങ്ങൾ ആവർത്തിച്ചു. അറയിൽ ചുറ്റിയടിക്കുന്ന കാറ്റിൽ മുടികരിഞ്ഞ ഗന്ധം അത് അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ അവിടെ അരൂപിയുടെ സാന്നിധ്യമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. ഈ കർമ്മങ്ങൾക്കൊടുവിൽ നിന്റെ ആത്മാവിന് പ്രവേശിക്കാനായി ഒരു ശരീരം ലഭിക്കുന്നതാണ്. ഞാൻ നിനക്ക് തന്ന വാക്ക് തെറ്റിക്കുകയില്ല. അതുപോലെ നീ എനിക്ക് തന്ന വാക്കും തെറ്റിക്കരുത്. ഈ കിടക്കുന്ന ആളുടെ ശരീരത്തിൽ നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ മാർഗത്തിലെ തടസ്സമായി നീ ഇവിടെ ഉണ്ടാകരുത്. ഇല്ല, ഇയാളുടെ ശരീരം എന്റേതായാൽ പിന്നെ ഞാൻ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യുകയില്ല. പവിത്ര ചെയ്യുന്ന മാന്ത്രികക്രിയകൾക്കൊടുവിൽ ഉറങ്ങിക്കിടക്കുന്ന ആളിന്റെ ശരീരത്തിൽ നിന്ന് അല്പനേരത്തേക്ക് മാത്രം ആ ആളുടെ ആത്മാവ് പുറത്തു ചാടും. ആ സമയം ആത്മാവ് വിട്ടിറങ്ങിയ ശരീരത്തിന്റെ ഉടമയ്ക്ക് സ്വയം അയാളെ തന്നെ നോക്കിക്കാണാനാവും. ഒരു സ്വപ്നം കാണുന്നത് പോലെ ആയിരിക്കും അയാൾക്കതെല്ലാം അനുഭവപ്പെടുക. ആ ഒരു നിമിഷത്തിൽ ദേഹമില്ലാത്ത ദേഹിയായി മാറിയ ആ ദുർശക്തിക്ക് അനിക്കുട്ടന്റെ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അവന്റെ ആത്മാവിന് പിന്നെ സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചു വരാനാവുകയില്ല. അറപ്പുരയിൽ ചുറ്റിത്തിരിഞ്ഞ കറുത്ത പുകച്ചുരുൾ അനിയുടെ ദേഹത്ത് നിന്ന് അവന്റെ ആത്മാവ് പുറത്തു കടക്കുന്നതെന്ന് നോക്കി കാത്തങ്ങനെ നിന്നു. ഈ സമയം ഉറക്കത്തിലായിരുന്ന വെളിച്ചപ്പാട് എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. എന്തോ ഒരു വല്ലായ്മ തോന്നിയതുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ പൂജാമുറി തുറന്ന് അകത്തേക്ക് നോക്കി. ഭഗവതിയുടെ വാളും ചിലമ്പും തറയിൽ വീണ് കിടക്കുന്നത് കണ്ടതോടെ അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഭീതി അദ്ദേഹത്തിനുണ്ടായി. വേഗം കുളിച്ച് ചെമ്പട്ട് ചുറ്റിവന്ന് വെളിച്ചപ്പാട് പൂജാമുറിയിൽ കടന്ന് വാളും ചിലമ്പും യഥാസ്ഥാനത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഭഗവതി, ഇക്കാണിച്ച സൂചനകളിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ കണ്ട സ്വപ്നത്തിന്റെ പൊരുൾ എന്താണ്? ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച വെളിച്ചപ്പാടിന്റെ മുന്നിൽ വെള്ള പുതച്ചു കിടക്കുന്ന അനിരുദ്ധന്റെ മുഖം ഒരു ചിത്രം കണക്കെ തെളിഞ്ഞു വന്നു. അവന്റെ ജീവന് ആപത്തുണ്ടാകാൻ പോകുന്നുവെന്ന് അറിയിക്കാനായി ദേവി തനിക്ക് ചില സൂചനകൾ കാട്ടിത്തന്നതാണ്. അത് മനസ്സിലായതോടെ വെളിച്ചപ്പാട് ഒട്ടും സമയം കളയാതെ ഉടൻ തന്നെ പൂജകൾ ആരംഭിച്ചു. അദ്ദേഹം അനിരുദ്ധന്റെ പേര് വിളിച്ചു ചൊല്ലി പൂജകൾ ആരംഭിച്ച ആ സമയത്ത് തന്നെ അനിക്കുട്ടൻ മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. മുഖം മറച്ചു കിടന്ന ആ വെള്ളത്തുണി വലിച്ച് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ ചുറ്റും പകച്ചു നോക്കി. അറപ്പുരയിലെ അരണ്ട വെളിച്ചത്തിൽ തിണ്ണയിൽ വരച്ചിരുന്ന നക്ഷത്രക്കളത്തിന് നടുവിൽ വെച്ചിരുന്ന ചോരയിൽ മുങ്ങിക്കുളിച്ച മനുഷ്യ തലയൊട്ടി കണ്ട് അനിക്കുട്ടൻ ഭയന്ന് വിറച്ചുപോയി. സുതാര്യമായ ചുവന്ന സാരിയിൽ മുടിയഴിച്ചിട്ട് ആ തലയോടിന് മുന്നിലിരുന്ന് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്ന പവിത്രയെ കണ്ടതോടെ അനി അവൾക്ക് നേരെ അലറി. നീയും നിന്റെ അച്ഛനെ പോലെ തന്നെ ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നവളാണല്ലേ? എന്നെ ഇവിടെ പിടിച്ച് മയക്കി കിടത്തിയിട്ട് എന്ത് ചെയ്യാനായിരുന്നു നിന്റെ ഉദ്ദേശം? ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയ പഴയ മഠത്തിന്റെ പേരും പ്രശസ്തിയും വീണ്ടും ലഭിച്ചപ്പോൾ തന്നെ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. പ്രണയം അസ്ഥിക്ക് പിടിച്ചാൽ പിന്നെ പ്രണയിക്കുന്നയാളിൽ ഒരു കുറവും കണ്ടെത്താൻ ആർക്കും കഴിയുകയില്ല. നിന്നെപ്പോലുള്ള ഒരുവളോടാണല്ലോ എനിക്ക് പ്രണയം തോന്നിയതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാ. അനിരുദ്ധൻ തന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു എന്ന് അവന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ പവിത്ര ഒരു നിമിഷം അനക്കമറ്റങ്ങനെ നിന്നുപോയി. അപ്രതീക്ഷിതമായ അവന്റെ പ്രതികരണം അവളെ അടിമുടി ഉലച്ചു കളഞ്ഞു. പിന്നെ ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അവൻ അരികിലേക്ക് പാഞ്ഞടുത്തു. അതെ, ഞാൻ ദുർമന്ത്രവാദം ചെയ്യുന്നവളാണ്. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണമാണ് ആവശ്യം. അതില്ലാത്തവൻ വെറും പിണമാണ്. നീ ആഭിചാരകർമ്മങ്ങൾ ചെയ്യുന്നവളാണെന്ന് ഞാൻ ഈ നാട്ടുകാരോട് വിളിച്ചു പറയും. ഈ കോടനാട്ടിലിറങ്ങിയ ഒടിയന്റെ പിന്നിലും നിന്റെ കൂടുതന്ത്രങ്ങൾ തന്നെയായിരിക്കും പ്രവർത്തിച്ചിരിക്കുന്നത്, അല്ലേ? അനിയുടെ ചോദ്യം കേട്ട് പവിത്ര ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അവളുടെ കണ്ണുകളിൽ ക്രോധാഗ്നി ജ്വലിച്ചു. ഞാൻ ദുർമന്ത്രവാദിയാണെങ്കിൽ നീ ഒരു കൊലപാതകിയാ. ഒന്നല്ല, 2 പേരെയാ നീ കൊന്നിരിക്കുന്നത്. ഈ കോടനാട്ടിൽ ഒടിവേഷം കെട്ടിയിറങ്ങിയ ഒടിയൻ നീ തന്നെയാണ്. വക്കച്ചൻ മാപ്പിളയെ കഴുത്തൊടിച്ച് കൊന്ന് അയാളുടെ വീട്ടിൽ കയറി സ്വർണ്ണപ്പണ്ടങ്ങൾ മോഷ്ടിച്ച്
എന്റെ കൈവശമേൽപ്പിച്ചത് നീയാ. പിന്നെ എനിക്ക് ആദ്യമായി പ്രണയം തോന്നിയ ചെറുപ്പക്കാരനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച എന്റെ സുഹൃത്ത് ദിയെ കൊന്നതും നീയാണ്. പവിത്ര പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അനിക്കുട്ടൻ അന്താളിച്ചു പോയി. താൻ 2 കൊലപാതകങ്ങൾ ചെയ്തെന്നോ? അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിനക്കുമേൽ പ്രയോഗിച്ച വശീകരണത്തിലൂടെ നിന്നെ കൊണ്ട് തന്നെയാണ് ഞാനതെല്ലാം ചെയ്യിപ്പിച്ചത്. എന്നെ കുടുക്കിയാൽ ഞാൻ നിന്നെയും കൊടുക്കും. ഒരു നിമിഷത്തേക്ക് അനിക്കുട്ടൻ വെളിച്ചപ്പാട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുപോയി. ആരോ നിന്റെ മേൽ വശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. തന്റെ മുന്നിൽ വന്നു നിന്ന പവിത്രയെ ഒറ്റ ചവിട്ടിന് ദൂരേക്ക് തൊഴിച്ചെറിഞ്ഞുകൊണ്ട് തറയിൽ വരച്ചിരുന്ന മാന്ത്രികക്കളം ചവിട്ടിത്തൂത്ത് അനിക്കുട്ടൻ അറപ്പുറവാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. മാന്ത്രിക മഷ കൊണ്ട് കണ്ണെഴുതിയ പവിത്രയുടെ കണ്ണുകൾ എരിഞ്ഞു നീറി. താൻ ഇതുവരെ ചെയ്തതൊക്കെയും വെറുതെ ആയല്ലോ എന്ന ചിന്തയിൽ അലറിക്കരഞ്ഞുകൊണ്ട് അനിക്കുട്ടന്റെ പിന്നാലെ പായാൻ തുടങ്ങിയപ്പോഴേക്കും അലങ്കോലമായ മാന്ത്രികക്കളത്തിലെ കരിപ്പൊടി വട്ടം ചുറ്റി പറന്നുകൊണ്ട് അവളുടെ അരികിലേക്ക് നീങ്ങി. എന്നെ കബളിപ്പിച്ച് കടന്നു പോകാമെന്ന് നീ കരുതിയോ? നിന്റെ ഈ സൗന്ദര്യമാണല്ലോ നിന്റെ അഹങ്കാരത്തിന് കാരണം. നീ വാക്ക് പാലിക്കാത്തത് കൊണ്ട് അത് ഞാനിങ് എടുക്കുന്നു. അറപ്പുരയിൽ വട്ടം ചുറ്റിയ കറുത്ത പുകച്ചുരുൾ പവിത്രയെ പൊതിഞ്ഞു. അതോടെ അസഹനീയമായ തണുപ്പാൽ പവിത്രയുടെ ദേഹമാകെ മരച്ചു കോടി. വെളുത്ത് തുടുത്ത കവിൾത്തടങ്ങൾ ഉണങ്ങി കരിവാളിച്ചു പോയി. കണ്ടടങ്ങളിൽ കറുപ്പ് പടർന്നു. കണ്ണിലെ ചാരത്തിളക്കം അതും നഷ്ടമായി. നീളൻ കാർക്കൂന്തൽ പൊഴിഞ്ഞ് നിലത്തേക്ക് വീഴാൻ തുടങ്ങിയതും അറപ്പുരയുടെ ഇരുട്ടിൽ ഒരു അട്ടഹാസം മുഴങ്ങിക്കേട്ടു. കയ്യിൽ കരുതിയ താളിയോലക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് അവൾ അണച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. പഴയ മഠത്തിലെ മുറിയായ മുറികളിലെല്ലാം കയറിയിറങ്ങി അനിക്കുട്ടൻ പുറത്തേക്ക് കടക്കാനുള്ള വഴി അന്വേഷിച്ച് മരണം മുന്നിൽ കണ്ടതുപോലെ പായുകയായിരുന്നു. അതിനിടയിൽ ഏതോ ഒരു മുറിക്ക് മുന്നിൽ ചെന്ന അവനെ ആരോ അകത്തേക്ക് പിടിച്ചു വലിച്ചു. ഇലക്ട്രിക് വീൽ ചെയറിലിരുന്ന ഒരു വൃദ്ധന് മുന്നിലേക്കാണ് അവൻ ചെന്ന് വീണത്. ഉരുണ്ട് പിരണ്ടെണീറ്റ അവൻ സംശയത്തോടെ അയാളെ നോക്കി. അത് പഴയ മഠത്തിലെ ശേഖരൻ തമ്പാനാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അനി ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചു. നീ എത്ര ദൂരം ഓടിയകന്നാലും എവിടെ പോയി ഒളിച്ചാലും പവിത്രയുടെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. അവൾ നിന്റെ മേൽ പ്രയോഗിച്ച മാന്ത്രിക പ്രയോഗങ്ങളിൽ നിന്ന് എന്നേക്കുമായി നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അവളുടെ കൈവശമുള്ള ആ മനുഷ്യ തലയോട് അത് നീ കത്തിച്ച് ചാമ്പലാക്കണം. ഞാൻ അവളെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചെങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഈ പണവും പ്രശസ്തിയും ഒരുതരം ലഹരിയാണ്. ആ ലഹരി അവളുടെ തലക്ക് പിടിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് കോടനാട്ടുകാരുടെ പേടി സ്വപ്നമായിരുന്ന ദുർമന്ത്രവാദിയാണ് തന്റെ മുന്നിൽ നിന്ന് ഇതൊക്കെ പറയുന്നതെന്ന് ഓർത്തപ്പോൾ അനിക്കുട്ടൻ അയാളെ സംശയത്തോടെ നോക്കി. അയാൾ ദയനീയമായി അവനോട് വീണ്ടും പറഞ്ഞു, വേഗം ചെല്ലൂ. ആ തലയൊട്ടി അത് അഗ്നിക്കിരയാക്കണം, അല്ലെങ്കിൽ എല്ലാം നശിക്കും. എങ്ങോട്ടോടി ഒളിച്ചാലും ഇതിൽ നിന്നൊരു രക്ഷയില്ല എന്ന അറിവിൽ അനിക്കുട്ടൻ തിരിച്ച് ആ അറപ്പുറ ലക്ഷ്യമാക്കി ഓടി. അവിടെ തറയിൽ വരച്ചിരുന്ന മാന്ത്രികക്കളത്തിന് നടുവിൽ തമ്പാൻ പറഞ്ഞതുപോലെയുള്ള ഒരു മനുഷ്യത്തലയോട്ടി കണ്ട കാര്യം അവൻ ഓർത്തെടുത്തു. എങ്ങുനിന്നോ കിട്ടിയ ധൈര്യത്തിൽ അനി വീണ്ടും അറപ്പുരയിൽ കടന്നു. മുടികരിഞ്ഞ ദുർഗന്ധമാണ് അറയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിലത്തലങ്കോലമായി കിടക്കുന്ന പൂജാ സാമഗ്രികളിൽ തട്ടി അനിക്കുട്ടൻ തറയിലേക്ക് മുഖമടിച്ചു വീണു. ഒന്ന് ഭയന്നെങ്കിലും ചാടി എണീറ്റ് അവൻ ചുറ്റും കണ്ണോടിച്ചു. പവിത്രയെ അവിടെ എങ്ങും കണ്ടില്ല. പക്ഷേ മനുഷ്യാകൃതിയിൽ കറുത്ത പുകച്ചുരുൾ പോലെയുള്ള ഒരു രൂപത്തെ അവൻ ആ അറയിൽ മുഴങ്ങിയ അട്ടഹാസം കേട്ട് അനിക്കുട്ടൻ ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും തമ്പാൻ പറഞ്ഞ തലയൊട്ടിക്കായി അവന്റെ കണ്ണുകൾ തിരഞ്ഞു. ഒടുവിൽ ആ അറയുടെ ഒരു കോണിലായി കരിപ്പൊടിയിൽ പൂണ്ടുകിടന്ന ആ തലയൊട്ടിയിൽ അനിയുടെ കണ്ണുകൾ ഉടക്കി. അറയിലുണ്ടായിരുന്ന കറുത്ത നെൽരൂപം അതിന്റെ കണ്ണുകൾ കനൽ പോലെ ജ്വലിപ്പിച്ചും തട്ടഹസിച്ചും അവനെ ഭയപ്പെടുത്താൻ നോക്കി. പക്ഷേ വെളിച്ചപ്പാട് ചെയ്ത പൂജയുടെ ഫലം കൊണ്ടാവാം ആ കറുത്ത ശക്തി ഓരോ നിമിഷം കഴിയും തോറും ദുർബലമായിക്കൊണ്ടിരുന്നു. പീഠത്തിലിരുന്ന വിളക്കെണ്ണ എടുത്ത് അനി ആ തലയോടിന് മുകളിലേക്ക് കമഴ്ത്തിയതിനു ശേഷം എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു തിരി അതിന് മേലേക്ക് അവൻ വലിച്ചെറിഞ്ഞു. ചോരക്കറപ്പുരണ്ട ആ തലയൊട്ടിയിൽ പെട്ടെന്ന് തന്നെ തീപിടിച്ചു. അത് ആളിക്കത്താൻ തുടങ്ങിയതും
അറയിൽ വേദന കൊണ്ട് പുളയുന്ന ഒരാർത്തനാദം ഉയർന്നു. അഗ്നി ആളിക്കത്താൻ തുടങ്ങിയതോടെ അനിക്കുട്ടൻ അറപ്പുരയിൽ നിന്ന് പുറത്തു ചാടി. വലിയൊരു ശബ്ദത്തോടെ ആ മനുഷ്യത്തലയോട് പൊട്ടിത്തെറിച്ചു. തറയിൽ നിരന്നുകിടന്ന പൂജാ സാമഗ്രികളിൽ പിടിച്ച തീ അറപ്പുരയുടെ കതകിലേക്കും ജനൽപ്പാളിയിലേക്കും അതിവേഗം പടർന്നു കയറി. തീനാളങ്ങളും പുകയും ഉയർന്നതോടെ അവൻ അവിടെ നിന്ന് ഓടിമാറി. ഈ സമയം പവിത്ര തന്റെ വിരൂപമായ ശരീരം കണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കരയുകയായിരുന്നു. ചുമരിലെ നീലൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ തന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു വീണുപോയ തലയോടിൽ വിരലുകൾ ഓടിച്ചു. പുരുകത്തിലെ രോമങ്ങൾ പോലും അടർന്നു പോയിരിക്കുന്നു. വെള്ളെഴുത്ത് വീണതുപോലെയുള്ള കണ്ണുകൾ, കരിവാളിച്ച് ചുക്കിച്ചുളിഞ്ഞതുപോലെയുള്ള തൊലി, എല്ലുകൾ ഉന്തിയ ശരീരം. തന്റെ കോലം കെട്ടിപ്പോയ രൂപം പവിത്രയ്ക്ക് കണ്ടു നിൽക്കാനായില്ല. അറപ്പുറ കത്തി അമർന്നതോടെ പഴയ മഠത്തിന്റെ പല ഭാഗത്തേക്ക് ദ്രുതഗതിയിൽ തീ പടർന്നു കയറി. ആളിക്കത്തി ഉയരുന്ന തീനാളങ്ങൾ കണ്ട് പവിത്ര എന്തോ ആലോചിച്ച് നിലവറയിലേക്ക് ഓടി നീങ്ങി. പണ്ടുകാലത്ത് പണിത പഴയ മഠത്തിന്റെ അകത്ത് കടക്കാനും പുറത്തേക്കിറങ്ങാനുമായി ഒന്നിലേറെ രഹസ്യ വഴികളുണ്ടായിരുന്നു. കണ്ടാൽ ഭയക്കുന്ന ഒരു മനുഷ്യരൂപമായി താൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ജീവനും കൊണ്ട് അവിടെ നിന്ന് പുറത്തു കടക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു പോയി. ഓടിപ്പാഞ്ഞ് നിലവറയിലെത്തിയ പവിത്ര അവിടെയിരുന്ന പത്തായത്തിന്റെ മൂടിക തള്ളി തുറന്നു. അതിനുള്ളിലെ കുഴമ്പ് പോലുള്ള ലേപനത്തിൽ ദിയയുടെ ജീവനില്ലാത്ത ശരീരം ഒരു കേടുപാടും കൂടാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. താൻ പഠിച്ചെടുത്ത ദുർമന്ത്രവാദങ്ങൾ ഒടുവിൽ അവൾക്കായി അവൾ പ്രയോഗിച്ചു. വിരൂപമായ തന്റെ ശരീരം ത്യജിച്ച് പവിത്രയുടെ ആത്മാവ് ദിയയുടെ ശരീരത്തിലേക്ക് പരകായ പ്രവേശം ചെയ്തു. കത്തിച്ചാമ്പലായിക്കൊണ്ടിരുന്ന പഴയ മഠത്തിനുള്ളിൽ കിടന്ന് വെന്ത് പിടയുന്ന അച്ഛനെ കണ്ടെങ്കിലും ദിയായി മാറിയ പവിത്ര ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അഗ്നിക്കിരയാകാതെ അവശേഷിച്ച താളിയോലുകളും കൈക്കലാക്കി ഒരു പുതുരൂപത്തിൽ ദിയ രഹസ്യ വഴികൾ താണ്ടി പഴയ മഠത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു. ആകാശത്തോളം ഉയർന്ന തീനാമ്പുകളിൽപ്പെട്ട് കത്തിയമരുന്ന പഴയ മഠത്തിനു ചുറ്റും നാട്ടുകാർ ഓടിക്കൂടി. ആ ആൾക്കൂട്ടത്തിൽ അനിരുദ്ധനും ഉണ്ടായിരുന്നു. തമ്പാനും മകളും ഇതിനകം ഒരുപിടി ചാരമായി മാറിയിട്ടുണ്ടെന്ന് മറ്റുള്ളവരെ പോലെ അവനും കരുതി. ശേഖരൻ തമ്പാൻ മഠത്തിൽ കിടന്ന് വെന്ത് മരിച്ചെങ്കിലും ദിയായി മാറിയ പവിത്ര അങ്ങേയറ്റം വേദനയോടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് താൻ ജനിച്ചു വളർന്ന വീട് കത്തി അമരുന്നത് നോക്കി നിന്നു. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ അനിക്കുട്ടൻ അവന്റെ വീട്ടിലേക്ക് നടന്നപ്പോൾ പുതിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ദിയ യദുകൃഷ്ണനോടൊപ്പമുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നടന്നു നീങ്ങി.